ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി നമ്മൾ നമ്മുടെ ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അതിൽ നമ്മൾ ഈ ധ്യാനത്തിൽ നമ്മൾ കൂടുതലായിട്ടും ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സന്തോഷത്തിൻ്റെ 5 രഹസ്യങ്ങളെയാണ്. സന്തോഷത്തിൻ്റെ 5 രഹസ്യങ്ങളിലൂടെ ഈ മരിയൻ ധ്യാനത്തെ നമ്മൾ കൊണ്ടുപോവുക. അതിൽ നമുക്കറിയാം ജപമാല, ഏറ്റവും ആദ്യം ജപമാലയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ജപമാലയിൽ നമ്മൾ ചൊല്ലി പ്രാർത്ഥിച്ച് എന്താ പറയുക, അങ്ങേയറ്റം നമ്മൾ പരിശുദ്ധ അമ്മയോട് കൂടെ ആയിരുന്നു നമ്മൾ സ്വീകരിച്ച രഹസ്യങ്ങൾ. രഹസ്യം എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്, ദിവ്യ രഹസ്യങ്ങൾ. കാരണം അത് എൻ്റെ ആത്മാവുമായി ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം അവിടെ സ്ഥാപിക്കുക. എൻ്റെ ആത്മാവും ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു രഹസ്യം എല്ലാ ജപമാല മണികളിലും ഉണ്ട്. ഓരോ ധ്യാനാത്മകമായിട്ടുള്ള ഓരോ ജപമാല മണികളിലും പ്രിയപ്പെട്ട ദൈവജനമേ, എൻ്റെ ആത്മാവിനെ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ബന്ധപ്പെടുത്തുന്ന ഒരു രഹസ്യം, ഒരു നിഗൂഢത, ഒരു സ്വർഗത്തിൻ്റെ രഹസ്യം കുടികൊള്ളുന്നുണ്ടെങ്കിൽ ആ രഹസ്യം പരിശുദ്ധ അമ്മ വഴി സംരക്ഷിക്കപ്പെട്ട രഹസ്യമാണ്. പരിശുദ്ധ അമ്മ വഴി ആ രഹസ്യം സംരക്ഷിക്കപ്പെട്ട രഹസ്യമാണ്. ഏതെല്ലാം വ്യക്തികൾ ജപമാല പ്രാർത്ഥന വഴി ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ, ദൈവവുമായിട്ട് പരിശുദ്ധ അമ്മയുടെ ജപമാല വഴി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ, പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ഒരു രഹസ്യം അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ആ വ്യക്തിയുടെ ആത്മാവും ദൈവവുമായിട്ടൊരു കണക്ഷനുണ്ട്. ഈ ആത്മസ്ഥിതിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന തിന്മയുടെ ആധിപത്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ആധിപത്യങ്ങളിൽ നിന്ന് ആ വ്യക്തിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മ തന്നെയാണ് ഈ ഒരു നിഗൂഢമായ രഹസ്യത്തെ കാത്തു സൂക്ഷിക്കുന്നത്. എൻ്റെ ആത്മാവിനെ ദൈവവുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ഒരു ബന്ധം പ്രിയപ്പെട്ട ദൈവമക്കളെ ഉണ്ട്. ആ ബന്ധത്തിൽ നിന്ന് വിട്ടകലാതെ ജീവിക്കുവാൻ നമ്മെ ഒരുക്കലാണ് ഓരോ ജപമണികളിലൂടെയും അമ്മ നമുക്ക് തരുന്നത്. അതുകൊണ്ട് എപ്പോഴെല്ലാം നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുവോ, പ്രിയപ്പെട്ട ദൈവജനമേ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന മക്കളിൽ ഒരിക്കലും നാശത്തിലേക്ക് അവരുടെ ആത്മാവ് പോകുവാൻ പരിശുദ്ധ അമ്മ എന്താ പറയുക, ഇടവരുത്തുകയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ രഹസ്യം. ആ വ്യക്തിയുടെ ആത്മാവ് ഒരിക്കലും സാത്താൻ്റെ പിടിയിലേക്ക്, സാത്താൻ്റെ അധീനതയിലേക്ക്, നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളുടെ ഗണത്തിലേക്ക് ആ വ്യക്തിയുടെ ആത്മാവ് ഒരിക്കലും പോകത്തില്ല. പ്രസാദപരത്തിലായിരുന്നുകൊണ്ട് ആരെല്ലാം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുവോ, നിങ്ങൾ എത്ര പാപം ചെയ്ത് ശീലിച്ചവരാണെങ്കിലും, ഏത് പാപാവസ്ഥയിലൂടെ കടന്നുപോയ വ്യക്തികളാണെങ്കിലും, ചില പാപങ്ങൾ വെറുത്തുപേക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിലും അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ, അമ്മയിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ, അമ്മയുടെ മാധ്യസ്ഥം വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ജപമാല വഴി നിങ്ങൾ സമർപ്പിക്കുന്ന ഓരോ നിയോഗങ്ങളെക്കാൾ ജപമാലയിൽ അടങ്ങിയിരിക്കുന്ന 1 മുതൽ 5 വരെയുള്ള രഹസ്യങ്ങൾ, സന്തോഷത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, എന്താ പറയുക, മഹിമയുടെ ഒക്കെ രഹസ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അമ്മ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ബന്ധം, എൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് വിട്ടകലാതിരിക്കാൻ, എൻ്റെ ആത്മസ്ഥിതി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാറ്റപ്പെടാതിരിക്കാൻ, എൻ്റെ ആത്മാവിനെ സാത്താൻ ഏറ്റെടുക്കാതിരിക്കാനായിട്ട് ഒരു രഹസ്യം വഴി എൻ്റെ അമ്മ ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ രഹസ്യങ്ങൾ ചൊല്ലുമ്പോഴും നമ്മൾ പറയുന്നത് നമുക്ക് ധ്യാനിക്കാം എന്ന് പറഞ്ഞാണ് ഓരോ രഹസ്യങ്ങളും അവസാനിക്കുന്നത്. സന്തോഷത്തിൻ്റെ 1-ാം രഹസ്യം പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്തയിലും നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം പരിശുദ്ധ അമ്മ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്ന് ഗബ്രിയേൽ മാലാഖ കൽപ്പനയാൽ, ദൈവകൽപ്പനയാൽ അറിയിച്ചു എന്നതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം എന്നു പറഞ്ഞാണ് ഓരോ രഹസ്യവും പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വിളിച്ചറിയിക്കാമെന്നോ പ്രഖ്യാപിക്കാമെന്നോ പ്രഘോഷിക്കാമെന്നോ അവിടെ പറയുന്നില്ല, ധ്യാനിക്കാം എന്നാണ് പറയുന്നത്. ധ്യാനം എപ്പോഴും ആത്മാവും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ദൃഢപ്പെടുത്തുന്നതാണ് ധ്യാനം. എൻ്റെ ആത്മാവും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ദൃഢപ്പെടുത്തുന്നതാണ് ധ്യാനമെങ്കിൽ, ഒരു ജപമാലയിലെ 5 രഹസ്യങ്ങൾ നിങ്ങൾ ധ്യാനിക്കുമ്പോൾ 5 രഹസ്യങ്ങളിലൂടെ ജീവിതത്തിൻ്റെ 5 അവസ്ഥകളെക്കുറിച്ചാണ് ദൈവത്തിന് മുൻപിൽ നമ്മൾ ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ.
നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ 5 അവസ്ഥകളെക്കുറിച്ച് ധ്യാനിക്കുന്ന രഹസ്യങ്ങളാണ് ഓരോ ജപമാലയും. ഈ ജപമാല വഴി നമ്മൾ ദൈവത്തെ പരിശുദ്ധ അമ്മ വഴി ആരാധിക്കുമ്പോൾ രഹസ്യങ്ങൾ നമ്മൾ പറയുകയാണ്. അതിൽ ഞാൻ പറഞ്ഞു, ആദ്യത്തെ രഹസ്യമായിട്ട് പറഞ്ഞു മംഗളവാർത്തയുടെ രഹസ്യം. നമ്മുടെ വ്യക്തി ജീവിതത്തെ നമ്മൾ എടുക്കുമ്പോൾ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഞാൻ പുറത്തു വന്ന ഈ ലോകത്തിലേക്ക് വന്നു വീണ നിമിഷം മുതൽ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന മംഗളവാർത്തകൾ. ഈ മംഗളവാർത്ത എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ വാർത്തയല്ല. അമ്മയെ സംബന്ധിച്ച് വ്യാകുലങ്ങളെ സ്വീകരിക്കാൻ അമ്മ ഒരുങ്ങിയതാണ് മംഗളവാർത്തയിലൂടെ. ഏത് വ്യാകുലങ്ങളെയും സ്വീകരിക്കാൻ, ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ അമ്മ പഠിച്ചതാണ് മംഗളവാർത്തയിലൂടെ. പക്ഷെ നമ്മൾ അതിനെ സന്തോഷത്തിൻ്റെ രഹസ്യമായിട്ട് നമ്മളതിനെ കാണുക. സന്തോഷം ഉണ്ടെങ്കിൽ ഈ സന്തോഷത്തിന് കാരണമായ ഒരു രഹസ്യമുണ്ട്. ലോകം മുഴുവനും സന്തോഷത്തിന് കാരണമായപ്പോൾ അമ്മയെ സംബന്ധിച്ച് അത് വ്യാകുലത്തിലേക്ക് അമ്മ നയിക്കപ്പെട്ട അമ്മയുടെ മനസ്സിൻ്റെ എല്ലാ തലങ്ങളും പൂർണ്ണമായിട്ട് ദൈവത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്ന് പറയുന്ന അവസ്ഥയിൽ സ്വീകരിക്കാൻ അമ്മ തുടങ്ങിയ രഹസ്യമാണ് ഒന്നാമത്തേത് മംഗളവാർത്ത. മംഗളവാർത്ത സ്വർഗത്തിൽ നിന്ന് മാലാഖ അയക്കപ്പെടുകയും അമ്മയുടെ അടുത്ത് വന്ന് അമ്മയോട് സംസാരിക്കുകയും ചെയ്ത മംഗളവാർത്ത. ലോകത്തെ സംബന്ധിച്ച് അത് മംഗളവാർത്തയാണെങ്കിൽ അമ്മയെ സംബന്ധിച്ച് വ്യാകുലങ്ങൾ എടുക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ അമ്മയുടെ 7 വ്യാകുലങ്ങളിലേക്ക് അമ്മയെ നയിക്കുന്നതിൻ്റെ ആദ്യത്തെ സന്ദേശം അല്ലെങ്കിൽ പ്രവചനമായിട്ട് അമ്മയ്ക്ക് അതിനെ സ്വീകരിക്കാവുന്നതാണ്. പ്രിയമുള്ള ദൈവജനമേ, നമ്മൾ ഓർക്കണം, പരിശുദ്ധ അമ്മയെ വഴി നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ്. അതുകൊണ്ടാണ് സഭ നമ്മളോട് പറയുന്നത് ഓരോ ജപമാല ചൊല്ലുമ്പോഴും രഹസ്യങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുക. ഒരു ദിവസം 4 രഹസ്യം നിങ്ങൾ ചൊല്ലിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ജപമാല ഒന്നും ചൊല്ലിയിട്ടില്ല എന്നർത്ഥം. സന്തോഷം, ദുഃഖം, പ്രകാശം, മഹിമ 4 രഹസ്യങ്ങൾ ധ്യാനിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു ജപമാല പൂർത്തിയാക്കിയിട്ടില്ല. ഈ 4 രഹസ്യങ്ങൾ ഒരു ദിവസം ധ്യാനിച്ചാൽ മാത്രമേ ഒരു ജപമാല നമ്മൾ ചൊല്ലി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു കൊന്ത ചൊല്ലിയിട്ട് ഞാനൊരു കൊന്ത ചൊല്ലി എന്ന് പറയാൻ പറ്റില്ല. 4 രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ, സഭ നമുക്ക് തന്ന 4 രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഒരു കൊന്ത ചൊല്ലി എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു ജപമാല എന്ന് പറയുന്ന ഈ ഒരു ജപമാല പൂർണ്ണമാകുന്നത് 4 രഹസ്യങ്ങൾ കവർ ചെയ്ത് കഴിയുമ്പോഴേ ഒരു ജപമാല പൂർണ്ണമാകുന്നുള്ളൂ. അതല്ലെങ്കിൽ ഒരു മാല മാത്രമാണ്, ജപങ്ങളില്ല. ജപങ്ങളുടെ പൂർത്തീകരണമാണ് ജപമാലയിലുള്ളത്. ജപം എന്ന് പറഞ്ഞാൽ ജപമാലയിൽ സഭ നമുക്ക് ചൊല്ലാൻ കൽപ്പിച്ചനുവദിച്ച് തന്നിരിക്കുന്ന സന്തോഷത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, പ്രകാശത്തിൻ്റെ, മഹിമയുടെ രഹസ്യങ്ങളാകുന്ന 4 ജപം, 4 തരത്തിലുള്ള ജപമാണ്. അതിൽ സന്തോഷത്തിൻ്റെ ജപവും, ദുഃഖത്തിൻ്റെ ജപവും, പ്രകാശത്തിൻ്റെ ജപവും, മഹിമയുടെ ജപവും. ഈ ജപങ്ങൾ ഉരുവിടുന്ന മാലയാണ് ജപമാലയെങ്കിൽ ഈ 4 രഹസ്യം ധ്യാനിച്ചിട്ടില്ലെങ്കിൽ അന്ന് ഞാൻ ഒരു കൊന്ത ചൊല്ലിയിട്ടില്ല എന്നർത്ഥം. 4 രഹസ്യങ്ങൾ എന്ന് ഞാൻ പൂർത്തിയാക്കി ചെല്ലുന്നുവോ അന്നാണ് ഒരു കൊന്ത ഞാൻ ചൊല്ലി എന്ന് ദൈവത്തിൻ്റെ മുൻപിൽ എനിക്ക് അവകാശപ്പെടാനും അത് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുവാനും എനിക്ക് സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ എന്തോ പ്രാർത്ഥിച്ചു എന്ന് പറയാൻ എനിക്ക് പറ്റുള്ളൂ. ഈ 4 രഹസ്യങ്ങൾ പൂർത്തിയാകുമ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. 4 രഹസ്യങ്ങൾ നമ്മൾ എടുക്കുകയാണ്. സന്തോഷത്തിൻ്റേത്, അതിൽ നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങൾ മാത്രം അതിനകത്ത് പറഞ്ഞിട്ട് യേശു 12-ാം വയസ്സിൽ നഷ്ടപ്പെട്ടത് വരെയുള്ള കാര്യങ്ങൾ അതിന് നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. ദുഃഖത്തിൻ്റേതിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ പീഡാസഹനമാണ്. അവിടെയും യേശുവിനെ പിന്തുടർന്നത് പരിശുദ്ധ കന്യക മറിയമാണ്. പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളിൽ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിലെത്തി നിൽക്കുന്നു. യേശുവിൻ്റെ ജ്ഞാനസ്നാനം മുതൽ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം, ഇവിടെയും പരിശുദ്ധമ്മയുടെ സാന്നിധ്യം. മഹിമയുടെ രഹസ്യം എടുത്തു നോക്കിയാൽ ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൽ തുടങ്ങി പരിശുദ്ധമ്മയുടെ സ്വർഗാരോഹണത്തിൽ പരിശുദ്ധമ്മ രാജ്ഞിയായി, സ്വർലോക രാജ്ഞിയായി, ത്രിലോക രാജ്ഞിയായിട്ട് അമ്മ അവരോധിക്കപ്പെടുന്നത് വരെ എത്തി നിൽക്കുന്നു. ഈ 4 രഹസ്യങ്ങളിലും, രഹസ്യമാണേ, 4 പരസ്യമല്ല, രഹസ്യങ്ങളിലും അമ്മയുടെ സ്ഥാനത്തെ, അമ്മയുടെ റോള്, അമ്മ എത്ര
ഭംഗിയായിട്ടാണ് അമ്മ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുമ്പോൾ ഈ 4 രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം 4 സുവിശേഷങ്ങളിലൂടെയാണ് ഈ 4 രഹസ്യങ്ങൾ കടന്നു പോകുന്നത്. 4 സുവിശേഷങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട ദൈവജനമേ, അത് മുഴുവൻ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ബൈബിളിനെയാണ് 4 സുവിശേഷങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ എന്തെല്ലാം ഉണ്ടോ അതാണ് 4 സുവിശേഷങ്ങളിലൂടെ ഈശോ പഠിപ്പിക്കുന്നത്. ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ടുള്ളത് ഈശോ പഴയ നിയമത്തിലേക്ക് പോയി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, എന്താ പറയുക, മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ കഴിഞ്ഞതിന് ശേഷം നടപടി പുസ്തകം തുടങ്ങി വെളിപാട് വരെയുള്ളത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും ഈശോ 4 സുവിശേഷങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടാണ് ഈ ലോകം വിട്ട് കർത്താവ് അപ്പൻ്റെ അടുത്തേക്ക് പോയത്. അപ്പോൾ പഴയ നിയമത്തിലുള്ളതിലെല്ലാം കർത്താവ് കൂട്ടിച്ചേർത്തു. അതിൽ ഈശോ പറയുന്നുണ്ട്, വ്യഭിചാരം ചെയ്യരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പഴയ നിയമം ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട്, മോശയുടെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് എല്ലാം ഈശോ എടുത്ത് അതിനെ ഫരിസേയരുമായിട്ടും നിയമജ്ഞരുമായിട്ടും യഹൂദരുമായിട്ടും സദുക്കായരുമായിട്ടും ഒക്കെ കർത്താവ് വാദപ്രതിവാദത്തിൽ ഏർപ്പെടുമ്പോഴെല്ലാം എനിക്കും നിങ്ങൾക്കും ക്രിസ്തുവിനെ പറ്റി, സഭയുടെ ചരിത്രത്തെപ്പറ്റി, ഉൽപ്പത്തി ഗ്രന്ഥങ്ങളെപ്പറ്റി പഠിക്കാനുള്ള അവസരമാണ് ദൈവം അവിടെ ഓപ്പൺ ചെയ്ത് തന്നത്. അതിനുശേഷം യേശു ശിഷ്യന്മാരെ ഒരുക്കുകയാണ്. കർത്താവിൻ്റെ പീഡാസഹനത്തിലൂടെ ശിഷ്യന്മാരെ ഒരുക്കി കഴിഞ്ഞപ്പോൾ ഈ ശിഷ്യന്മാർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റിയും കർത്താവ് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടാണ് ഈശോ ഈ ലോകത്തിലേക്ക് പോയതെങ്കിൽ, ഈശോ പറഞ്ഞ് അവസാനിപ്പിച്ചത് അവർ പിന്നെ അങ്ങോട്ട് തുടങ്ങുകയാണ്. അതാണ് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ. ക്രിസ്തുവിന് ശേഷം അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആ പ്രവർത്തനങ്ങൾ അവസാനിച്ചില്ല. പിന്നീട് അത് ലെറ്റേഴ്സായിട്ട്, ലേഖനങ്ങളായിട്ട്, വെളിപാടായിട്ട് എത്തി നിൽക്കുക. ഇനി ഇത് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ 4 മുഴുവൻ ബൈബിള് അടങ്ങിയിരിക്കുന്ന ഈ 4 ജപമാല നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, മുഴുവൻ ബൈബിളാണ് നമ്മൾ ഒരു ദിവസം റെഫർ ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ മുഴുവൻ ബൈബിൾ റെഫർ ചെയ്യാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വചനത്തിൽ കോർത്ത ജപമണികളാണ്, പരിശുദ്ധമ്മയുടെ റോസാ പൂക്കളാണ് ഓരോ ജപമാലകളും. അപ്പം അതുകൊണ്ട് വചനത്തിൽ കോർത്തതാണ്, വചനം തന്നെയാണ്. ചരട് വചനമാണെങ്കിൽ മണികൾ പരിശുദ്ധമ്മയുടെ റോസാദളങ്ങളോ കണ്ണുനീർ തുള്ളികളോ ആയിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം. പരിശുദ്ധമ്മയുടെ പരിശുദ്ധിയായിട്ട് ഓരോ മണികളെ നിങ്ങൾക്ക് സ്വീകരിക്കാം. പരിശുദ്ധമ്മയുടെ എളിമയായിട്ട് ഓരോ മണികളെ നമുക്ക് സ്വീകരിക്കാം. ഞാൻ ജപമാല ചൊല്ലുമ്പോൾ ഓരോ ദിവസവും അങ്ങനെ ധ്യാനിച്ചാണ് ചെല്ലുന്നത്. ഇന്നേ ദിവസം ഞാൻ ജപമാല എടുക്കുമ്പോൾ ഇതിലെ ഓരോ മണികളും, ഓ പരിശുദ്ധമ്മേ മാതാവേ, നിൻ്റെ പരിശുദ്ധിയുടെ ഓരോ കിരണമായിട്ട് മാറ്റപ്പെടട്ടെ എന്ന് അന്നേ ദിവസം ധ്യാനിക്കും. അപ്പോൾ അന്നേ ദിവസം ചൊല്ലുന്ന ജപമാലയിലൂടെ അമ്മയുടെ പരിശുദ്ധിയുടെ വിഹിതം ഈ ജപമാല കൈകളിൽ ഏന്തുമ്പോൾ എനിക്ക് ലഭിക്കും. രണ്ടാമത്തെ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും പറയും, അമ്മേ മാതാവേ, ഇന്നേ ദിവസം ഈ ജപമാലയിലുള്ള ഓരോ മണികളും നിൻ്റെ എളിമയുടെ മണികളായിട്ട് മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അന്നേ ദിവസം അമ്മയുടെ എളിമയിലായിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് അമ്മ പഠിപ്പിക്കും. ഇങ്ങനെ അമ്മയിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്ന നിഴലിച്ച് നിന്ന ഗുണങ്ങളെ ധ്യാനിച്ചുകൊണ്ട് വേണം, പ്രിയപ്പെട്ട ദൈവജനമേ, ഓരോ ദിവസവും ജപമാല നമ്മൾ ഉരുവിടുവാൻ, ജപമാല പ്രാർത്ഥിക്കുവാൻ, ജപമാല അഭ്യസിക്കുവാൻ. ഇങ്ങനെ നമ്മൾ അഭ്യസിച്ച ജപമാല നമ്മൾ ഉരുവിടുന്നത് വഴി നമ്മളിൽ നിന്ന് ഒരിക്കലും ഈ രഹസ്യം പരസ്യമാക്കപ്പെടത്തില്ല. രഹസ്യം പരസ്യമാക്കപ്പെടത്തില്ല. ദിവ്യ രഹസ്യമാണ്, ദൈവീക രഹസ്യമാണ്. ദിവ്യ രഹസ്യം എന്ന് പറയുമ്പോൾ അത് ദൈവീക രഹസ്യമാണ്. നമ്മൾ കീപ്പ് ചെയ്യേണ്ട, ദൈവം നമുക്ക് കൽപ്പിച്ചനുവദിച്ച രഹസ്യമാണ്. ഓരോ ജപമാലയിലുള്ള 10 മണികളിൽ നമ്മൾ ധ്യാനിക്കുന്നത് 10 മണികൾ. ഈ 10 മണികളിൽ നമ്മൾ 10 കൽപ്പനകളെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കണം. ഓരോ മണികളിലും ഞാൻ പ്രാക്ടീസ് ചെയ്ത രീതിയാണ് ഞാൻ പറയുന്നത്. ഓരോ മണികളിലുള്ള 10 ഒരു സ്വർഗസ്നായ പിതാവേ ചെല്ലുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കും, പിതാവേ, ഇനി വരുന്ന 10 മണികൾ ഞാൻ ജീവിതത്തിൽ ലംഘിച്ച 10 കൽപ്പനകളാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ലംഘിച്ച 10 കൽപ്പനകളായിട്ട് 10 മണികൾ ഞാൻ മാറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് പിതാവായ ദൈവത്തിന്, സ്വർഗസ്നായ പിതാവേ ചെല്ലുമ്പോൾ എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച എൻ്റെ സ്വർഗസ്നായ അപ്പന് എന്നെ തന്നെ ഞാൻ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. എന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കഴിയുമ്പോൾ സ്വർഗം എന്ന് പറയുന്ന ആ സമ്പത്ത് വാങ്ങുവാൻ ദൈവം തന്ന
10 നാണയങ്ങൾ സ്ത്രീക്ക് ദൈവം നൽകിയ 10 നാണയങ്ങളുണ്ട്. ഈ 10 നാണയങ്ങളായിട്ട് 10 കൽപ്പനകളെ നമ്മൾ കാണുന്നുണ്ട്. ആ 10 കൽപ്പനകളായിട്ട് അടുത്തു വരുന്ന 10 നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനകളെ സ്വീകരിക്കുക. ഓരോ കൽപ്പനകൾ ധ്യാനിച്ചുകൊണ്ട് അതിൽ ഞാൻ വരുത്തിയ വീഴ്ചകൾ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥത്തെ അതിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ദിവസം നിങ്ങൾ ചൊല്ലി നോക്ക്. നിങ്ങൾ ചെയ്ത പാപങ്ങളെക്കുറിച്ചുള്ള ബോധ്യം കർത്താവ് നിങ്ങൾക്ക് തരും. ഏതെങ്കിലും ഒരു പാപം നമ്മൾ മറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരാൻ ജപമാലയേക്കാൾ മറ്റൊരു വലിയ ആയുധം നൽകപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമ്മ വഴി പാപങ്ങളെക്കുറിച്ചുള്ള ബോധ്യം ഓർമ്മപ്പെടുത്തൽ തരും. ചില അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുവാൻ തടസ്സം നമ്മൾ ചെയ്ത പാപങ്ങൾ മറഞ്ഞിരിക്കുന്നത്, മറന്നുപോയ പാപങ്ങളുണ്ട്. നമ്മൾ ചെയ്തതിൽ മറന്നുപോയ ഒത്തിരി പാപങ്ങളുണ്ട്. നമ്മൾ മറന്നുപോയത് ഓർക്കുന്നു പോലുമില്ല, കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞിട്ടുമില്ല. ഇത് ഒരു വിത്ത് പാകലാണ്. ശരിക്കും ഈ പറയുന്ന പാപം എൻ്റെ ആത്മാവിൽ സാത്താൻ വിതച്ച വിത്താണ്. വിത്തിൻ്റെ പ്രത്യേകത അത് മുളയെടുത്തേ പറ്റുള്ളൂ. ഈ വിത്ത് എൻ്റെ ആത്മാവിൽ സാത്താൻ വിതച്ചിട്ടുണ്ടെങ്കിൽ ഈ വിത്ത് മുളയെടുക്കാൻ ആവശ്യമായിട്ടുള്ള പാപം എന്ന് പറയുന്ന നനവ് ഞാൻ ആ വിത്തിന് കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ ഈ പാപം ചെയ്തത് ഞാൻ മറന്നു, മറയിപ്പിച്ച് കളയും. ഇത് മറന്ന പാപം എൻ്റെ ഉള്ളിൽ കിടക്കുക. ഇതിങ്ങനെ മുളയെടുത്ത് വളർന്നു വരും തോറും എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ തടസ്സം, ചില മേഖലകളിൽ ഒന്നും എനിക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഒരു തടസ്സം നിൽക്കും. എത്ര പ്രാർത്ഥിച്ചിട്ടും കിട്ടാത്ത ഒരു തടസ്സം നമ്മുടെ വ്യക്തി ജീവിതത്തിലുണ്ടോ? ഇതുപോലെ മറന്നുപോയ ഒരു പാപാവസ്ഥ നമ്മളിലുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനെ ദൈവം നമുക്ക് ഓർമ്മപ്പെടുത്താൻ സഹായിക്കുന്നതാണ് പരിശുദ്ധമ്മയുടെ ജപമാല എന്ന് പറയുന്നത്. പരിശുദ്ധമ്മയുടെ ജപമാല വഴി ഇത് നമ്മുടെ ദൈവമായ കർത്താവ് നമ്മൾക്ക് ഓർമ്മപ്പെടുത്തി തരും. ഈ അവസ്ഥ എന്താണെന്നുള്ളത് ഓർമ്മപ്പെടുത്തി തരും. ഈ ജപമാല വഴി ഞാൻ പറഞ്ഞില്ലേ, 10 മണികളെ 10 കൽപ്പനകളുടെ ധ്യാനമായിട്ട് നിങ്ങൾ സ്വീകരിച്ചൊന്ന് ചൊല്ലി നോക്ക്, നിങ്ങൾ വ്യത്യാസം മനസ്സിലാവും. ധ്യാനമായിട്ട് 10 കൽപ്പനകളുടെ ധ്യാനമായിട്ട് 10 മണികളെ ചൊല്ലുമ്പോൾ ഓരോ കൽപ്പന എടുത്തു വെച്ച് നമ്മൾ ചൊല്ലുമ്പോഴും, പ്രിയപ്പെട്ട ദൈവജനമേ, 1 മണിയിൽ 10 മിനിറ്റെങ്കിലും നിങ്ങൾ കൊടുക്കണം. അങ്ങനെ ചൊല്ലുന്ന ജപമാലയിൽ 1 മണി ചൊല്ലുമ്പോൾ നന്മ നിറഞ്ഞ മറിയമേന്ന് ചൊല്ലാൻ 10 മിനിറ്റ് എടുത്ത് ചൊല്ലി കാഴ്ച വെച്ച് കഴിയുമ്പോൾ ആ ഒരു ജപമാല പൂർത്തീകരിച്ച് കഴിയുമ്പോഴേക്കും പാപ അവസ്ഥകളെല്ലാം ഓരോന്നോരോന്നായിട്ട് അമ്മ ധ്യാനത്തിലൂടെ നമ്മുടെ മുന്നിൽ അമ്മ കാണിച്ചു തരും. ഒരു വീഡിയോ കാണുന്നത് പോലെ നമ്മുടെ ആത്മാവ് അത് ദർശിക്കും. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ നിങ്ങൾ 10 ിലൂടെ 5 ഡിക്കേഡ്സ്, 5 ദശകങ്ങളിലുള്ള 10 കൽപ്പനകൾ, അതായത് 10 കൽപ്പനകളെ 5 പ്രാവശ്യം ഒരു ജപമാലയിൽ നമുക്ക് ധ്യാനിക്കാൻ പറ്റും. അങ്ങനെ ധ്യാനിച്ച് നിങ്ങളൊരു ജപമാല കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, പ്രിയമുള്ള ദൈവജനമേ, ആ കംപ്ലീറ്റ് ചെയ്ത ജപമാലയിലൂടെ നിങ്ങൾക്ക് 50 അവസ്ഥകൾ, അതായത് 10 കൽപ്പനകളുടെ 50 അവസ്ഥകൾ ദൈവം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും. അതിലൂടെ വന്ന പാപത്തിൻ്റെ മേഖലകളെ നിങ്ങൾക്ക് ഇഴകീറി പരിശോധിക്കാൻ കർത്താവ് നിങ്ങളെ പഠിപ്പിക്കും. പിന്നീട് അങ്ങോട്ട് നിങ്ങൾ അടുത്ത വിശുദ്ധ കുമ്പസാരത്തിൽ ആ പാപം നിങ്ങൾ ഏറ്റു പറഞ്ഞ് കഴിയുമ്പോൾ, പ്രിയമുള്ള ദൈവജനമേ, നിങ്ങളുടെ തടസ്സമായിട്ട് കിടന്നിരുന്ന ചില മേഖലകൾ അന്നു മുതൽ ഓപ്പൺ ആവാൻ തുടങ്ങും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും ശുശ്രൂഷ ജീവിതത്തിലേക്ക് വന്ന ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് വന്നപ്പോൾ അന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചതാണ് ഇങ്ങനെ ജപമാല ചൊല്ലാൻ. കാരണം ശുശ്രൂഷ ജീവിതം എന്ന് പറയുന്നത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ബാക്കി ഏതാണെങ്കിലും നമ്മൾ ബുദ്ധി കൊണ്ട് നേടിയെടുത്ത് എന്തെങ്കിലും ഡിഗ്രി മതി നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ കൈത്തൊഴിൽ കരവിരുത് കൊണ്ട് നമുക്ക് ഈ ലോകത്ത് മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കാൻ പറ്റും. പക്ഷെ ക്രിസ്തുവിൻ്റെ വേല, ദൈവരാജ്യ വേല എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പ്രീതി പറ്റാതെ ഒരു നിവൃത്തിയില്ല. അപ്പോൾ അതിന് തടസ്സമായിട്ട് നമ്മളിൽ പാപമുണ്ടെങ്കിൽ അതിനെ ഓർമ്മപ്പെടുത്താൻ അമ്മ സഹായിക്കുന്നതാണ് ജപമാല പ്രാർത്ഥന. അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് നോക്കി. ഈ രീതിയിൽ 10 കൽപ്പനകളിലൂടെ നിങ്ങളൊന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നോക്കുകയോ, നിങ്ങളുടെ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്ന പാപങ്ങൾ ഏതെങ്കിലും വിശുദ്ധ കുമ്പസാരത്തിൽ
ഏറ്റുപറയാത്ത ഏതെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ അത് വെളിവാക്കപ്പെടാൻ ഇത്തരത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവജനമേ, ഇങ്ങനെ നമ്മൾ ധ്യാനിക്കുകയാണ് ജപമാല. ഇങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ആദ്യമേ പറഞ്ഞു, സ്വർഗസ്നായി ചെല്ലുമ്പോൾ പിതാവായ ദൈവത്തിന് എന്നെ തന്നെ സമർപ്പിക്കുന്നു. 10 നന്മ നിറഞ്ഞ മറിയമേ ചെല്ലുമ്പോൾ 10 കൽപ്പനകളിലൂടെ ഞാൻ ചെയ്തുപോയ പാപങ്ങളെ ധ്യാനിച്ച് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്നു. വീണ്ടും തൃത്വസ്തുതി ചൊല്ലി അവസാനിപ്പിക്കുമ്പോൾ ഇതെനിക്ക് വെളിപ്പെടുത്തി തന്ന പരിശുദ്ധമ്മ വഴി ത്രിയേക ദൈവത്തിന് ഞാൻ ആരാധന സമർപ്പിക്കുകയാണ്. എന്നിൽ തന്നെ പിതാവിന് ഞാൻ ആരാധന സമർപ്പിക്കുകയാണ്. എൻ്റെ ബുദ്ധിയിൽ പുത്രന് ഞാൻ ആരാധന സമർപ്പിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന് ഞാൻ ആരാധന സമർപ്പിക്കുകയാണ്. എൻ്റെ കരവേലകളിൽ ഞാൻ ആരാധന സമർപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ആരാധന ഞാൻ സമർപ്പിച്ചു. ഇനി എൻ്റെ ആത്മാവ് പാപത്തിലേക്ക് പോകാൻ പാടില്ല. വീണ്ടും ആ പാപം 10 കൽപ്പനകളുടെ ലംഘനങ്ങളിലേക്ക് ഞാൻ വീഴാതിരിക്കാൻ ഓ എൻ്റെ ഈശോയെ എന്ന് തുടങ്ങുന്ന ഫാത്തിമ സുഹൃത ജപം പരിശുദ്ധ അമ്മ പഠിപ്പിച്ച ഓ എൻ്റെ ഈശോയെ എന്ന് പറയുന്നത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ധ്യാനിച്ച 10 കൽപ്പനകൾ മേലിൽ ലംഘിക്കാതിരിക്കാൻ അമ്മ എന്നെ നരകസർപ്പത്തിൻ്റെ തലയിൽ നിന്ന് സംരക്ഷിക്കുവാൻ അമ്മ എനിക്ക് തന്ന ഏറ്റവും ബെസ്റ്റ് പ്രയറാണ് ഓ എൻ്റെ ഈശോയെ എന്ന് തുടങ്ങുന്ന ഫാത്തിമയിൽ അമ്മ വന്നപ്പോൾ അമ്മ വെളിപ്പെടുത്തിയ ആ പ്രാർത്ഥന. പ്രിയപ്പെട്ട ദൈവജനമേ, അത് മാത്രം ചൊല്ലി പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് അഭിഷേകമാണ്. ജപമണികളിൽ അത് 10 രഹസ്യങ്ങൾ, 10 നന്മ നിറഞ്ഞ മറിയമേയും തൃത്വസ്തുതിയും കഴിഞ്ഞത് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അടുത്തത് വീണ്ടും സ്വർഗസ്നായ പിതാവെ ചെല്ലുവാൻ, അല്ലെങ്കിൽ ആ സ്വർഗസ്നായ പിതാവെ എന്നുള്ള പ്രാർത്ഥന വഴി ത്രിയേക ദൈവത്തെ ആരാധിക്കാൻ എൻ്റെ മനസ്സിനെ ഒരുക്കുന്ന പ്രാർത്ഥനയാണ് ഫാത്തിമ സുഹൃത ജപം. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ. ഈ ഫാത്തിമ സുഹൃത ജപത്തിലൂടെ ദൈവത്തിൻ്റെ ശക്തി, അഭിഷേകം, കരുണ, അനുതാപം, മാനസാന്തരം, പശ്ചാത്താപം ഇതെല്ലാം എന്നിലേക്ക് വന്നു നിറയുകയും അടുത്ത രഹസ്യത്തിന് മുൻപ് ചെല്ലുന്ന സ്വർഗസ്നായ പിതാവയിൽ ആരാധനയായിട്ട് ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് നമുക്ക് പറ്റുകയും ചെയ്യും. ഇങ്ങനെ ചൊല്ലുന്നതിൻ്റെ പേരാണ് ജപമാല. അതല്ലാതെ നമ്മൾ കുറേ ജപമാല ഇങ്ങനെ ഉരുട്ടി വിടാനായിട്ട് നമുക്ക് പറ്റും. പക്ഷെ അതിൻ്റെ അകത്തൊരു ദൈവത്തിൻ്റെ അംശമോ ആത്മാവിൻ്റെ ഒരുക്കമോ ഉണ്ടാകണമെന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അമ്മ നമ്മളോട് പറയുന്നു, ഇങ്ങനെ നമ്മൾ ദൈവത്തെ ആരാധിക്കണം. അമ്മ വഴി ഇത്തരത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം ആ ആരാധനകളെ നമ്മളുടെ കുറവുകളോടുകൂടെ സ്വീകരിക്കാൻ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് കെട്ടുകളും അഴിയപ്പെടാത്ത ജീവിതത്തിൻ്റെ ഏത് കെട്ടുകളും അഴിക്കാൻ പരിശുദ്ധ അമ്മ വഴി സാധിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ധ്യാനിക്കുക 1-ാമത്തെ രഹസ്യം പരിശുദ്ധമ്മയുടെ മംഗളവാർത്ത. ഗബ്രിയേൽ മാലാഖ വന്ന് പരിശുദ്ധ അമ്മയോട് പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 31 മുതൽ ഉള്ള വാക്യങ്ങൾ, അതല്ലെങ്കിൽ 31 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം, 31 മുതൽ ഇപ്രകാരം വായിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ഇത്രയുമാണ് ദൂതൻ മറിയത്തോട് പറഞ്ഞ മംഗളവാർത്ത. മറിയം അതിന് മറുപടി പറയുന്നത് അടുത്തതാണെങ്കിൽ ദൂതൻ മറിയത്തോട് പറഞ്ഞതാണ് മംഗളവാർത്ത. മറിയം ദൂതനോട് പറഞ്ഞത് അതിന് മറുപടിയായിട്ട് പരിശുദ്ധ അമ്മ പറയുന്നതാണ്. തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ആദ്യത്തേത് മറു ചോദ്യമാണ് പരിശുദ്ധ അമ്മ ഉന്നയിച്ചത്. രണ്ടാമത്തേത്, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധ അമ്മ തൻ്റെ പേഴ്സണാലിറ്റി, തൻ്റെ വ്യക്തിത്വത്തെ അവിടെ എടുത്തു പറയുന്നുണ്ട്. മൂന്നാമത്തേത്, ദൂതൻ തിരിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. വീണ്ടും മംഗളവാർത്തയുടെ തുടർച്ച മറിയത്തിലേക്ക് കടന്നു വരികയാണ്. മംഗളവാർത്തയുടെ തുടർച്ച, രണ്ടാമത്തെ മംഗളവാർത്തയുടെ തുടർച്ച കടന്നു വരുന്നതിന് മുൻപ്
പരിശുദ്ധ അമ്മയുടെ ഒരു ഏറ്റുപറച്ചൽ സ്വർഗത്തിന് ആവശ്യമാണ്. പരിശുദ്ധ അമ്മ അവിടെ പ്രഖ്യാപനം ചെയ്യുന്നുണ്ട്. ദൂതനോട് അമ്മ പറഞ്ഞ മറുപടി, പ്രിയപ്പെട്ട ദൈവജനമേ, എന്നെക്കൊണ്ട് പാപം ചെയ്യിക്കുന്ന അരൂപി കടന്നു വരുന്ന വഴികളെ എനിക്ക് അടയ്ക്കാൻ പറ്റണം. ഹാലലുയ്യ, അഭിഷേകത്തോടെ ഹാലലുയ്യ. നമ്മളിലുള്ള ഒരു സ്പിരിച്വൽ പേഴ്സണാലിറ്റി ഉണ്ട്, ഒരു ക്രിസ്ത്യൻ പേഴ്സണാലിറ്റി നമ്മളിലുണ്ട്, ഒരു ട്രിനിറ്റി, ഹോളി ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി എന്നിലും നിങ്ങളിലുണ്ട്. ഈ പേഴ്സണാലിറ്റി ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. എന്തിൻ്റെ പേരിലാണെങ്കിലും, ഏത് അഭിഷേകത്തിൻ്റെ പേരിലാണെങ്കിലും, ഏത് കൃപ തരാമെന്ന് പറഞ്ഞാലും, ഏത് സമ്പത്ത് വാഗ്ദാനം ചെയ്താലും, ഏത് മോഹങ്ങൾ നമുക്ക് തന്നാലും, മോഹന വാഗ്ദാനങ്ങൾ തന്നാലും, ഈ ഒരു പേഴ്സണാലിറ്റിയെ നശിപ്പിക്കാൻ നമ്മൾ നിന്നു കൊടുക്കരുത്. ഇതാണ് പരിശുദ്ധ അമ്മ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് അമ്മ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇത് എങ്ങനെ സംഭവിക്കും? സ്വർഗത്തോട് അമ്മ ചോദിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ദൂതൻ്റെ കയ്യിൽ കൊടുത്ത വചനങ്ങളാണ് അമ്മ പറയുന്നത്. ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ല. 2 സ്റ്റേറ്റ്മെൻറ്റ്, അതിലൊന്ന് ചോദ്യവും രണ്ടാമത്തേത് അമ്മയുടെ പ്രഖ്യാപനവുമാണ്. ആദ്യത്തേത് അമ്മ ചോദിച്ച ചോദ്യം, ഇത് എങ്ങനെ സംഭവിക്കും? നമ്മുടെ വ്യക്തി ജീവിതത്തിലും ചില പ്രാർത്ഥനകൾ നമ്മളെ വഴിതിരിച്ചു വിടും. അതാണ് സഭയ്ക്ക് വിരുദ്ധമായിട്ടുള്ള പ്രാർത്ഥനകൾ. സഭയ്ക്ക് വിരുദ്ധമായിട്ട് സഭാ പ്രബോധനങ്ങളെ വഴിതെറ്റിക്കുന്ന, സഭാ പ്രബോധനങ്ങളിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുന്ന രീതിയിൽ ചില പ്രാർത്ഥനകൾ മറ്റു പല സമൂഹങ്ങൾ നമ്മളിൽ തന്നുകൊണ്ട്, ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ, ഇത് നിങ്ങൾ ശീലിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നടക്കും, ഇത് സംഭവിക്കും, ഇതിങ്ങനെയായി തീരും എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിലൂടെ തന്നെ നമ്മിലുള്ള സ്പിരിച്വൽ പേഴ്സണാലിറ്റിയെ നശിപ്പിക്കുന്ന ഈവിൾ സ്പിരിറ്റിൻ്റെ പ്രവർത്തനത്തെ തടയിടാൻ പരിശുദ്ധ അമ്മ സമ്മതിക്കുകയാണ്. അമ്മ നമുക്ക് പറഞ്ഞു തരിക. അമ്മയ്ക്കറിയാം വന്നു നിൽക്കുന്നത് ആരാ? സ്വർഗത്തിൻ്റെ ദൂതനാ. മറുത്തു പറയാൻ പാടില്ല, അവിടെ ചോദിക്കാൻ പാടില്ല, അവിടെ ആജ്ഞ സ്വീകരിക്കാനേ പാടുള്ളൂ. മറുചോദ്യമില്ലാത്ത സ്ഥലത്തും അമ്മ ആയിരിക്കുന്ന പരിശുദ്ധിയുടെ ലെവലിൽ കോട്ടം തെറ്റാൻ അമ്മ സമ്മതിക്കാത്ത തരത്തിൽ അമ്മ എന്താണോ അത് ലോകത്തിൻ്റെ മുൻപിൽ അമ്മ വിളിച്ചു പറയുകയാണ്. ഗബ്രിയേൽ ദൂതനോട് വിളിച്ചു പറയുകയാണ്, ഞാൻ പുരുഷനെ അറിയാത്തവളാണ്. ഹല്ലേലൂയ. അമ്മയുടെ കന്യാവ്രതത്തെ അമ്മ പ്രഖ്യാപിക്കുകയാണ്. ഞാൻ പുരുഷനെ, ജോസഫുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടവളാ, പുരുഷൻ അറിയുന്നവളാ. എന്നിട്ട് അമ്മ പറയുന്നു, ഞാൻ പുരുഷനെ അറിയാത്തവളാണ്. അതായത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പേഴ്സണാലിറ്റി, എൻ്റെ പരിശുദ്ധി, ഞാനായിരിക്കുന്ന അവസ്ഥ, ഇത് അമ്മ ഏറ്റുപറഞ്ഞപ്പോഴാണ് പ്രിയപ്പെട്ടവരെ മംഗളവാർത്തയുടെ തുടർച്ച വീണ്ടും ലോകത്തിലേക്ക് പരിശുദ്ധ അമ്മ വഴി ലഭിക്കുന്നത്. മംഗളവാർത്തയുടെ തുടർച്ച അമ്മ വഴി ലോകത്തിലേക്ക് രണ്ടാമത്തേതായിട്ട് ലഭിക്കണമെങ്കിൽ അവിടെ ഒരു വിശ്വാസത്തിൻ്റെ, വിശുദ്ധിയുടെ, എളിമയുടെ, താനായിരിക്കുന്ന അവസ്ഥയുടെ ഏറ്റുപറച്ചിൽ ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ദൈവം ഒത്തിരി വാഗ്ദാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടാകും, പക്ഷെ ഒന്നും നിറവേറിയിട്ടുണ്ടാവില്ല. ചില ധ്യാനകേന്ദ്രങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ, ചില ശുശ്രൂഷകരെ നമ്മൾ കാണുമ്പോൾ, ചില കൗൺസിലിങ്ങിൻ്റെ സമയത്ത് അവർ പറയും, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നടക്കും, ഇതിങ്ങനെ സംഭവിക്കും, ഇതിങ്ങനെ ആയിരിക്കും, കർത്താവ് ഇങ്ങനെയാണ് കാണിച്ചു തരുന്നത്. പക്ഷേ അത് കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു, ഈ പറഞ്ഞതൊന്നും ഇതുവരെ നടന്നിട്ടില്ല. പ്രവചനമായിട്ട് തന്നെ നിലകൊള്ളുന്നു. പ്രവചനത്തിലൂടെ സ്വീകരിക്കേണ്ടതായിട്ടുള്ള അനുഗ്രഹത്തെ സ്വീകരിക്കാൻ നമുക്ക് പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് വന്നിട്ടുണ്ടോ? നീ ഇതുപോലൊരു ഏറ്റുപറച്ചിൽ ഏറ്റുപറയേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടെ ദൂതൻ ആദ്യമേ അമ്മയോട് പറഞ്ഞു, യേശുവിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞപ്പോഴും അതിലൊന്നും അമ്മ അഹങ്കരിക്കുകയോ ഞാനാണല്ലോ അതിനെ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ചിന്തിക്കുകയോ അല്ല അവിടെ നടക്കുന്നത്. മറിച്ച് അവിടെ അമ്മ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ അമ്മ കാണിക്കുക. എന്തിൻ്റെ പേരിലാണെങ്കിലും സഭയെ, സഭയുടെ പ്രബോധനങ്ങളെ, സഭ പഠിപ്പിച്ച രീതികളെ, നമ്മുടെ കത്തോലിക്ക സഭയുടെ കീഴിലായിരുന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴും ദൈവത്തെ പ്രഖ്യാപിക്കുമ്പോഴും പ്രിയപ്പെട്ട ദൈവജനമേ, അതെന്നും സ്വർഗത്താൽ സ്ഥാപിതമായതുകൊണ്ട്, അത് കുലുങ്ങാത്ത അടിത്തറയിൽ നിൽക്കുന്നത് കൊണ്ട്
ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ഏറ്റുപറയണമെന്നുള്ളത് ദൈവത്തിൻ്റെ നിശ്ചയമാണ്. അതുകൊണ്ട് ചില പ്രവചനങ്ങളായിട്ട് നമ്മളിൽ തന്നെ ഇങ്ങനെ നിലകൊള്ളുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഞാൻ എൻ്റെ സഭയാകുന്ന വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താത്തതാണ് കാരണം. ഞാൻ എൻ്റെ സഭയാകുന്ന വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താത്തിടത്ത് ഈ പ്രവചനങ്ങൾ ഒരിക്കലും നിറവേറ്റപ്പെടുകയില്ല. ഹല്ലേലൂയാ! അഭിഷേകത്തോടെ ഹല്ലേലൂയാ! വിശ്വാസത്തോടെ ഹല്ലേലൂയാ! 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 ഒരിക്കലും ആ പ്രവചനം നിറവേറ്റപ്പെടുകയില്ല. പരിശുദ്ധ അമ്മയോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുത്തപ്പോഴാണ് മംഗളവാർത്ത എന്ന് പറയുന്നതിൻ്റെ തുടർച്ച കടന്നു വരുന്നത്. അപ്പോഴാണ് പറയുന്നത്, പരിശുദ്ധാത്മാവ് ദൂതൻ മറുപടി പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവജനമേ, ഇവിടെ ലൂക്കാ സുവിശേഷകൻ എഴുതി വെച്ചതാണിത്. ഏത്? ദൂതൻ മറുപടി പറഞ്ഞു എന്നുള്ള മൂന്നാമത്തെ സ്വരം. ഒന്നാമത്തേത് പരിശുദ്ധമ്മ, രണ്ടാമത്തേത് ദൈവദൂതൻ, അതായത് ഗബ്രിയേൽ മാലാഖ നിൽക്കുക. ഇതിൽ രണ്ടുപേരിൽ ആദ്യം വിശുദ്ധ ലൂക്ക എഴുതി വെച്ചിരിക്കുന്നു അമ്മ ദൂതനോട് ചോദിച്ചു. രണ്ടാമത്തേത് വിശുദ്ധ ലൂക്ക എഴുതി വെച്ചിരിക്കുന്നു ദൂതൻ മറുപടി പറഞ്ഞു. ദൂതൻ മറുപടി പറഞ്ഞു, അതായത് അമ്മയുടെ ചോദ്യങ്ങൾക്ക് അമ്മ പറഞ്ഞതിന് ദൂതൻ മറുപടി പറഞ്ഞു എന്ന് വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ ഈ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ 31 മുതലുള്ള തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുക. സ്വർഗത്തിൻ്റെ ദൂതൻ യേശുവിനോട് കൂടെ ആയിരുന്നുണ്ട്. തൃത്വത്തെ ആരാധിക്കുന്ന ദൂതൻ പരിശുദ്ധ അമ്മയോട് മറുപടി പറഞ്ഞു എന്ന് പറയുമ്പോൾ, അമ്മ ചോദിച്ചപ്പോൾ ഈ ദൂതൻ മറുപടി കൊടുക്കാൻ തക്ക വിധം അമ്മയെ സ്വർഗത്തിൽ മാനിക്കുന്നവളാണ് എന്നുള്ള ഏറ്റുപറച്ചിലാണത്. നമ്മൾ പല കാര്യങ്ങളും ദൈവത്തോട് ചോദിക്കുമ്പോൾ ഇതുപോലൊരു മറുപടി നമുക്ക് കിട്ടുന്നില്ല. നമ്മളും ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. നമ്മുടേതായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടി നമ്മുടെ അവസ്ഥകൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ ഇതുപോലൊരു മറുപടി ഒരിക്കലും കർത്താവിൻ്റെ മക്കൾക്ക് കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? നമ്മളെ സ്വർഗം മാനിക്കണം. ആമേൻ, ഹല്ലേലൂയാ! അഭിഷേകത്തോടെ ഹല്ലേലൂയാ! സ്വർഗത്തിൽ എൻ്റെ പേര് ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തിൽ എഴുതി ചേർക്കപ്പെട്ടാൽ നീ ചോദിക്കുന്നതിന് സ്വർഗം നിനക്ക് മറുപടി തരും. അതല്ലെങ്കിൽ നീ ചോദിച്ചുകൊണ്ടിരിക്കും, സ്വർഗം കേട്ടുകൊണ്ടിരിക്കും, തിരിച്ചൊരു മറുപടി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പ്രിയമുള്ള ദൈവജനമേ, അമ്മ ചോദിച്ചപ്പോൾ ദൂതൻ മറുപടി പറഞ്ഞു എന്നുള്ളത് വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുന്നു എങ്ങനെ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുന്നു. 4 സുവിശേഷങ്ങളിൽ വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്ക, വിശുദ്ധ യോഹന്നാൻ 4 സുവിശേഷകന്മാർ യേശു പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് യേശു പറഞ്ഞത് തന്നെയാണ്. ഞാൻ സാക്ഷിയാണ്. എഴുതി വെക്കുക. അമ്മ ചോദിച്ചു എന്ന് പറഞ്ഞാൽ ലൂക്കാ സുവിശേഷം എഴുതി വെക്കുകയാണ്. അമ്മ ചോദിച്ചു, എനിക്കറിയാം അമ്മ ചോദിച്ചു, അമ്മ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ പറയാൻ ആ ഒരു ഉറപ്പ് ലൂക്കാ സുവിശേഷകന് കിട്ടുന്നത്, അതല്ലെങ്കിൽ ലൂക്കാ സുവിശേഷകൻ എഴുതുന്നത് എന്തുകൊണ്ടാണ്? സ്വർഗത്താൽ നിയോഗിക്കപ്പെട്ട ഒരു കാര്യം നിവൃത്തിയാക്കപ്പെടുമ്പോൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത് സ്വർഗത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയായിരിക്കും ചില കാര്യങ്ങൾ. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില കാര്യങ്ങൾ ഞാൻ ചോദിച്ചു, ദൈവം മൗനം അവലംബിച്ചു എന്നുള്ള അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിന് കാരണം സ്വർഗത്തിൽ ഞാനെന്ന് പറയുന്ന വ്യക്തി മാനിക്കപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയാ! എൻ്റെ നിങ്ങളുടെയൊക്കെ പേര് സ്വർഗത്തിലുണ്ട് പ്രിയപ്പെട്ടവർ. കാരണം സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടതാണ് ഈ ശരീരത്തിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ്. അതുകൊണ്ട് ആ ആത്മാവിൻ്റെ പേര്, മാമോദീസ പേര് സ്വർഗത്തിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ അത് നുണയാ. പക്ഷേ ഈ പേരിനെ മാനിക്കുന്ന തരത്തിൽ ഈ പേരിന് കാരണക്കാരിയായ വ്യക്തി ഈ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ടെങ്കിലാണ് നീ ചോദിക്കുന്നതിന് സ്വർഗം നിനക്ക് മറുപടി തരികയുള്ളൂ. അതല്ലെങ്കിൽ പേരിന് മാത്രമുള്ള ക്രിസ്ത്യാനിയായിട്ട് നിൻ്റെ ജീവിതത്തെ നീ തീർക്കേണ്ടി വരും. നാമമാത്ര ക്രിസ്ത്യാനികൾ ഒത്തിരി പേരുള്ള കാലഘട്ടമായത്. നാമമാത്ര ക്രിസ്ത്യാനികൾ
നമ്മുടെ പേരിന് മാത്രം ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇവിടെ പരിശുദ്ധ അമ്മ ദൂതനോട് പറഞ്ഞ എന്താ? ഇത് എങ്ങനെ സംഭവിക്കും? ഇത് എങ്ങനെ സംഭവിക്കും? അവിടെ അമ്മയുടെ മറു ചോദ്യത്തിനകത്ത് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇത് എങ്ങനെ സംഭവിക്കും? എനിക്കിത് അറിയാൻ താല്പര്യമുണ്ട്. ഇതിൻ്റെ ഏത് പ്രോസസ്സിലൂടെ ഈ ഒരു സംഭവം, സ്വർഗത്തിൻ്റെ തീരുമാനം ഭൂമിയിൽ നടപ്പിലാകുന്ന അവസ്ഥാവിശേഷം എന്താ? ദൂതൻ പറയണം, ദൂതൻ മറുപടി കൊടുക്കണം. ഇവിടെ ദൂതൻ കൊടുത്ത മറുപടി ഒത്തിരി വിശേഷണങ്ങളല്ല, രണ്ട് കാര്യമാണ്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. 2 അഭിഷേകം സ്വീകരിച്ചപ്പോൾ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. 4 വചനം കൊണ്ട് അമ്മയുടെ ഡൗട്ട് വിശുദ്ധ ഗബ്രിയേൽ തീർത്തു കൊടുക്കുക. ഈ ഡൗട്ട്, ഈ സംശയമാണ് അമ്മ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവളായിട്ട് സ്വർഗം അമ്മയെ മാനിക്കുന്നതിനുള്ള ഈ ഡൗട്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഡൗട്ടില്ല. കാര്യം എന്താണെന്നറിയോ? നമ്മളെങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചായാനും ചരിയാനും മടിയില്ലാത്തവരാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചായാനും ചരിയാനും മടിയില്ല. പേഴ്സണാലിറ്റി ഇല്ല നമ്മളിൽ. പാപം ചെയ്യാൻ അവസരം കിട്ടിയാൽ പാപം ചെയ്യും, പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു തരം ഡ്യുവൽ പേഴ്സണാലിറ്റി നമ്മളിലുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ സ്വർഗം നമ്മെ മാനിക്കുന്നില്ല. അമ്മയിലുള്ളത് ഒറ്റയൊരു വ്യക്തിത്വമേ ഉള്ളൂ. ആ വ്യക്തിത്വത്തിൽ കറ പുരളാൻ അമ്മ അനുവദിക്കാത്തത് കൊണ്ട് അമ്മ ചോദിച്ചു, ഇതെങ്ങനെ സാധ്യമാകും? ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സാധ്യമാകും? കാരണം എന്താ? എൻ്റെ പേഴ്സണാലിറ്റിയിൽ മായം കലരാൻ പാടില്ല. ഇതാണ് ദൈവത്തിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട വ്യക്തിത്വം എന്ന് പറയുന്നത്. ഏക വ്യക്തിത്വം മാത്രമായിരിക്കണം. ഒറ്റയൊരു പേഴ്സണാലിറ്റിയെ നമുക്ക് പാടുള്ളൂ. എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന പേഴ്സണാലിറ്റി, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന പേഴ്സണാലിറ്റി, അമ്മ കാണിച്ചു തന്ന പേഴ്സണാലിറ്റി മറ്റൊന്നല്ല. ഇത് തന്നെയാ അവിടെ ദൂതൻ അമ്മയോട് മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. 2 കാര്യങ്ങളിൽ ക്രിസ്തു വിളിക്കപ്പെടാൻ കാരണമാകണമെങ്കിൽ, പരിശുദ്ധനായവനെ എന്ന് ക്രിസ്തുവിനെ ഞാൻ വിളിക്കുന്നെങ്കിൽ അതിന് കാരണം പരിശുദ്ധ അമ്മയാണ്. ദൈവപുത്രനായ കർത്താവേ എന്ന് ക്രിസ്തുവിനെ ഞാൻ വിളിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം പരിശുദ്ധ അമ്മയാണ്. മറ്റ് സഭകൾ, മറ്റ് സമൂഹങ്ങൾ പരിശുദ്ധമ്മയെ എങ്ങനെയെല്ലാം പറഞ്ഞാലും എങ്ങനെയെല്ലാം നിന്ദിച്ചാലും അവർ ദൈവത്തെ വിളിക്കുന്നത് പരിശുദ്ധനായവൻ എന്ന് തന്നെയാണ്. അവർ ദൈവത്തെ വിളിക്കുന്നത് ദൈവപുത്രൻ എന്ന് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വിളിക്ക് കാരണക്കാരിയായവളെയാണ് അവർ പ്രഘോഷിക്കുന്നത്. അതുകൊണ്ട് ആരെല്ലാം എങ്ങനെയെല്ലാം പരിശുദ്ധമേ നിന്ദിച്ചാലും യേശുവിനെ അവർ പരിശുദ്ധനെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം പരിശുദ്ധ അമ്മയായതുകൊണ്ട് യേശു എവിടെയെല്ലാം ആരുടെയെല്ലാം നാവുകളിലൂടെ ക്രിസ്തു പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം പരിശുദ്ധ അമ്മയും മറഞ്ഞിരുന്ന് പ്രഘോഷിക്കപ്പെടുന്നുണ്ട്. ഹല്ലേലൂയാ, അഭിഷേകത്തോടെ ഹല്ലേലൂയാ. എന്നാൽ ഞാനും നിങ്ങളുമാകുന്ന പരിശുദ്ധ അമ്മയോട് അതിവണക്കം പുലർത്തുന്ന ഞാനും നിങ്ങളുമാകുന്ന ക്രിസ്തീയ സമൂഹമാണ് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യത്തെ ചില വ്യക്തികൾ അധികമായും ചില വ്യക്തികൾ തീരെ ഇല്ലാത്ത അവസ്ഥയുമായിട്ട് കൊടുക്കും. അധികം കൊടുക്കരുത് പരിശുദ്ധ അമ്മയ്ക്ക് പ്രാധാന്യം, ഒട്ടുമില്ലാതാകാനും പാടില്ല. പരിശുദ്ധ അമ്മയെ ദൈവം നിർത്തിയെടുത്ത് നമ്മൾ നിർത്തിയാൽ മതി. അതിന് താഴേക്ക് വലിച്ച് അമ്മയെ കൊണ്ടുവരരുത്. അതിനും എക്സ്ട്രീമായിട്ടുള്ള അവസ്ഥയിലേക്ക് അമ്മയെ കൊണ്ടുപോകുന്നതും അപകടമാണ്. ഹല്ലേലൂയാ. അമ്മയ്ക്ക് സഭ കൊടുത്തിരിക്കുന്നത് അതിവണക്കമാണ്, ആരാധനയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പരിശുദ്ധ അമ്മയിലേക്ക് ആശ്രയിക്കുമ്പോൾ യേശുവിലേക്കുള്ള വഴിയാണ് പരിശുദ്ധമ്മ. യേശു പറഞ്ഞ കാര്യങ്ങൾ പഠിപ്പിച്ചവളാണ് പരിശുദ്ധമ്മ. സഹരക്ഷക എന്നുള്ള പദം അലങ്കരിച്ചവളാണ് പരിശുദ്ധമ്മ. അപ്പോൾ ഇത് ദൈവം നിർത്തിയ സ്ഥാനം എന്താണ്? സഹരക്ഷകയാണ്, രക്ഷകയല്ല, സഹരക്ഷക.
ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളിൽ പങ്കാളിയാകുവാൻ കാലിത്തൊഴുത്ത് മുതൽ കുന്തമുന വരെ അവൾ മനസ്സിലും ആത്മാവിലും ശരീരത്തിലും അമ്മ സഹിച്ചിട്ടുണ്ടെങ്കിൽ സഹരക്ഷകയാണ് പരിശുദ്ധ അമ്മ. ഒരിക്കലും രക്ഷക അല്ല. രക്ഷകൻ ക്രിസ്തു മാത്രമാണ്, യേശു ക്രിസ്തു മാത്രമാണെങ്കിൽ രക്ഷയിലേക്ക് ദൈവജനത്തെ നയിക്കുവാൻ രക്ഷകനെ ഭൂമിയിലൂടെ കൊണ്ട് നടന്നവൾക്കേ പറ്റുകയുള്ളൂ. അതിന് പരിശുദ്ധമ്മ വേണം. രക്ഷയിലേക്ക് നയിക്കുവാൻ സഹരക്ഷക നമുക്ക് ആവശ്യമാണ്. ആമേൻ, ഹല്ലേലൂയ. രക്ഷ, കഴിഞ്ഞ ധ്യാനത്തിൽ ഞാൻ പറഞ്ഞു, രക്ഷ എന്ന് പറയുന്നത് സ്വർഗം തരുന്നതാണ് രക്ഷയെങ്കിൽ അമ്മ തരുന്നതാണ് സംരക്ഷണം. പിതാവ് തൻ്റെ പുത്രനെ അയച്ചപ്പോൾ ലോകം മുഴുവൻ രക്ഷിക്കപ്പെട്ടു, രക്ഷ കിട്ടി. ഇനി ഒരു രക്ഷപ്പെടേണ്ട ആവശ്യമില്ല. ഈ രക്ഷിക്കപ്പെട്ട സമൂഹത്തെ സംരക്ഷിക്കുക, അതായത് എന്നേക്കുമായിട്ട് ദൈവപരിപാലനയ്ക്ക് കീഴെ നിർത്തുക എന്ന് പറയുന്ന പ്രവൃത്തി ഏറ്റെടുത്തവളുടെ പേരാണ് പരിശുദ്ധ കന്യകാമറിയം. പുത്രൻ രക്ഷ നൽകിയെങ്കിൽ പരിശുദ്ധമ്മ ആ രക്ഷയെ സംരക്ഷിക്കുന്നവളാണ്. ആമേൻ. പുത്രൻ നൽകിയത് രക്ഷയാണെങ്കിൽ പരിശുദ്ധമ്മ രക്ഷയെ സംരക്ഷിക്കുന്നവളാ. അപ്പോൾ എന്നിലും നിങ്ങളിലും യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടു. കാരണം പാപത്തെ ഉപേക്ഷിക്കാനും ദൈവത്തെ സ്വീകരിക്കാനും ലോകത്തിൻ്റെ അരൂപിയെ വിജയിക്കുവാനും ക്രിസ്തു ഈ ലോകത്തിൽ രക്തം ചിന്തി ആ യേശുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ ഞാനും നിങ്ങളും വിലയ്ക്ക് വാങ്ങപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു. ഈ രക്ഷിക്കപ്പെട്ട അവസ്ഥയെ സംരക്ഷിക്കപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന് ഈശോ ഏൽപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മയെയാണ് ലോകത്തിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാനോട് ഈശോ പറയുന്നത്, ഇതാ നിൻ്റെ അമ്മ. വിശുദ്ധ യോഹന്നാനോട് ഈശോ പറയുന്നു, ഇതാ നിൻ്റെ അമ്മ. സ്നാപക യോഹന്നാൻ അമ്മയുടെ മുൻപിൽ എത്തിയപ്പോൾ ഉദരത്തിലിരുന്നു കൊണ്ട് കുതിച്ചു ചാടിയെങ്കിൽ ശിഷ്യനായ യോഹന്നാൻ അമ്മയോടുകൂടെ കുരിശിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ അമ്മ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ലോകത്തെ മുഴുവൻ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് സ്നാപക യോഹന്നാനും വിശുദ്ധ യോഹന്നാനും. കാരണം സ്നാപക യോഹന്നാൻ ലോകത്തെ പഠിപ്പിക്കുന്നത് യേശുവിന് വഴിയൊരുക്കുക എന്നുള്ള സത്യത്തെയാണെങ്കിൽ വിശുദ്ധ യോഹന്നാൻ സഭയെ അല്ലെങ്കിൽ ലോകത്തെ പഠിപ്പിക്കുന്നത് യേശുവിലേക്ക് നടന്നെടുക്കുവാൻ അമ്മയെ കുരിശിൻ്റെ ചുവട് വരെ അമ്മയോട് കൂടെ സഞ്ചരിക്കാനുള്ള പാഠം പഠിപ്പിച്ചവനാണ് വിശുദ്ധ യോഹന്നാൻ. ഇവിടെ രണ്ടിടത്തും ക്രിസ്തു രണ്ടുപേരെയും കണ്ടുമുട്ടി, രണ്ടുപേർക്കും അമ്മയെ കൊടുത്തു, രണ്ടുപേരും അമ്മയിൽ നിന്ന് അഭിഷേകം സ്വീകരിച്ചു. ഹല്ലേലൂയ. ക്രിസ്തുവിന് വഴി ഒരുക്കുന്നവനും ക്രിസ്തുവിൻ്റെ പടയാളിയായിട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനുള്ളവനും ദൈവം കൊടുത്തത് പരിശുദ്ധ അമ്മയെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ഒരു വചനത്തിൽ വീണ്ടും എഴുതി വച്ചിരിക്കുന്നൊരു കാര്യമുണ്ട്. ഇതാ നിൻ്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മംഗളവാർത്തയുടെ രണ്ടാമത്തെ തലം. ആദ്യത്തെ തലം ഞാൻ പറഞ്ഞു, മംഗളവാർത്ത എന്ന് പറയുന്നത് ആദ്യം 31 വാക്യങ്ങളിൽ പറയുന്നു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറയുന്ന മംഗളവാർത്തയുടെ ആദ്യത്തെ തലം. അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ അമ്മ ഏറ്റുപറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ല. അമ്മയുടെ നിലപാട് വ്യക്തമാക്കിയപ്പോൾ മംഗളവാർത്തയുടെ ആദ്യത്തെ തലത്തിൻ്റെ തുടർച്ച വന്നു. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ആദ്യത്തെ മംഗളവാർത്തയുടെ തലം അവസാനിച്ച് സ്റ്റോപ്പായി. അതിനുശേഷം വീണ്ടും പറയുകയാണിതാ നിൻ്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു, വന്ധ്യ എന്ന് വിളിക്കപ്പെടുന്ന അവൾക്കിത് 6-ാം മാസമാണ്. മംഗളവാർത്തയുടെ തുടർച്ച പോവുകയാണ്. അമ്മയിലേക്കുള്ളത് നിർത്തി അടുത്തത് ചാർച്ചക്കാരിയിലേക്കുള്ള തുടർച്ച. പ്രിയപ്പെട്ട ദൈവജനമേ, ഒന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണേ. നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. മംഗളവാർത്തയുടെ 1-ാം രഹസ്യം, സന്തോഷത്തിൻ്റെ 1-ാം രഹസ്യത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇത്രയും അതിനകത്ത് കടന്നു വരുന്നുണ്ട്. ഇത്രയുമുണ്ട് അതിനകത്ത്. ആ രഹസ്യം ഇത്രയുമുണ്ട്. ഇനി ഈ രഹസ്യം എൻ്റെ ജീവിതവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ രഹസ്യം എൻ്റെ ജീവിതവുമായിട്ട് എന്നെ സംബന്ധിച്ച് ഇതിലെന്താ മംഗളമായിട്ടുള്ളത്, ഇതിലെന്താണ് എനിക്ക് സ്വീകരിക്കാവുന്ന മംഗളവാർത്ത? ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ.
വിശ്വാസത്തോടെ വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. വീണ്ടും പറഞ്ഞിരിക്കുന്നു, നിന്റെ ചാർച്ചക്കാരിയായ വൃദ്ധയായ എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്ത മംഗളവാർത്തയിലല്ല അമ്മ ഇത് പറഞ്ഞത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും എന്ന് പറഞ്ഞപ്പോഴും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന മറുപടി അമ്മ പറഞ്ഞില്ല. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞപ്പോഴും ഇതാ കർത്താവിൻ്റെ ദാസി എന്നപ്പോഴും അമ്മ പറഞ്ഞിട്ടില്ല. അവസാനം നിന്റെ ചാർച്ചക്കാരി എലിസബത്ത്, അവള് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു, വന്ധ്യ എന്ന് വിളിക്കപ്പെട്ടിരുന്ന പറഞ്ഞിരുന്ന അവൾക്കിപ്പോൾ 6-ാം മാസമാണ് എന്ന് പറഞ്ഞപ്പോഴും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നില്ല. അവസാനം ദൂതൻ പറയുന്നുണ്ട്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൂതൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പോൾ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസൻ, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുന്നിൽ നിന്ന് മറഞ്ഞു. അപ്പോൾ ദൂതൻ അവളുടെ മുന്നിൽ നിന്നേ മറഞ്ഞിട്ടുള്ളൂ. അവളുടെ മുന്നിൽ നിന്ന് ദൂതൻ മറഞ്ഞു. പ്രിയമുള്ള ദൈവജനമേ, ഇവിടെ പരിശുദ്ധമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവത്തിന് തന്നെ സമർപ്പിച്ചത് എപ്പോഴാണ്? തൻ്റെ മേൽ കിട്ടാനുള്ളത് കിട്ടിയതിന് ശേഷം, യേശുവിനെ കിട്ടി സ്വന്തമാക്കി ഉദരത്തിലേക്ക്, ഹൃദയത്തിലേക്ക് യേശുവിനെ സ്വീകരിച്ചതിന് ശേഷം ഇതിനെ വഴി നടത്താനുള്ളതിനെ കൂടെ സ്വീകരിച്ചിട്ടാണ് പരിശുദ്ധമ്മ പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. തനിക്ക് കിട്ടാനുള്ളതിനെ കിട്ടി, അതിനുശേഷം കിട്ടിയതിനെ വഴി നടത്താനുള്ളതിനെയും സ്വീകരിച്ചു അമ്മ. അതുവരെ ദൂതൻ അമ്മയോട് പറയാൻ അമ്മയുടെ മൗനം കാരണമായി എന്നുള്ളതാണ്. ഹല്ലേലൂയ. അവിടെ അമ്മയുടെ മൗനമാണ്. അമ്മ ഒത്തിരി ഇടിച്ചു കയറി ദൂതനോട് സംസാരിച്ചിട്ടില്ല. അമ്മ പറഞ്ഞത് മിതമായ കാര്യങ്ങളാണ്. അമ്മ പറഞ്ഞതിൽ മുഴുവൻ ദൈവജനത്തിൻ്റെ നിയോഗങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട്. അമ്മ പറഞ്ഞതിൽ സന്യാസവും, അമ്മ പറഞ്ഞതിൽ പൗരോഹിത്യവുമുണ്ട്, അമ്മ പറഞ്ഞതിൽ കുടുംബജീവിതവും, അമ്മ പറഞ്ഞതിൽ വിശുദ്ധിയാർന്ന ജീവിതവുമുണ്ട്, അമ്മ പറഞ്ഞതിൽ ഒരു വ്യക്തിത്വമുണ്ട്, അമ്മ പറഞ്ഞതിൽ നിലനിൽപ്പിനുള്ള കൃപയ്ക്കുള്ള ഓഹരിയും അമ്മ പറഞ്ഞതിലുണ്ട്. പക്ഷെ അമ്മ പറഞ്ഞത് ഒത്തിരി കാര്യങ്ങളല്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അമ്മ വിശുദ്ധ ബൈബിളിൽ സംസാരിക്കുവാൻ ദൈവം പോലും പരിശുദ്ധമ്മയെ അനുവദിച്ചിട്ടുള്ളൂ. കാരണം അമ്മ ഒരു വേർഡ് പറഞ്ഞാൽ തന്നെ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഉൽപ്പത്തിയിൽ എത്തി നിൽക്കും. അമ്മ പറഞ്ഞത് മുഴുവനും എടുത്താൽ, പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക് ചിന്തിക്കാൻ തക്ക വിധ ജ്ഞാനത്തിൻ്റെ അഭിഷേകമില്ലാത്ത എനിക്കും നിങ്ങൾക്കും, പ്രിയമുള്ള ദൈവജനമേ, പലതും ഉൾക്കൊള്ളുവാൻ അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ വാക്യങ്ങളിൽ മുഴുവൻ ജനതകളും ക്രിസ്തുവിൻ്റെ 2-ാം വരവ് ഉൾപ്പെടെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഈ പറയുന്ന സന്തോഷത്തിൻ്റെ 1-ാമത്തെ രഹസ്യത്തിൽ തന്നെ മുഴുവൻ ചരിത്രം ഉൾച്ചേർന്നിട്ടുണ്ട്. ഈ ചരിത്രമാണ് ഈശോയെ സ്വീകരിക്കുന്ന ഈ രക്ഷാകര ചരിത്രത്തെയാണ് അമ്മ സ്വീകരിച്ചത്. എന്തു പറഞ്ഞുകൊണ്ട്? ഇതാ കർത്താവിൻ്റെ ദാസി. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ സ്വീകരിച്ചത് ക്രിസ്തുവിനെയല്ല, അനുസരിക്കുകയല്ല, മറിച്ച്
മുഴുവൻ ലോകത്തിൻ്റെ രക്ഷ, മുഴുവൻ ജനതതിയുടെ രക്ഷ സാധ്യമാക്കാൻ വേണ്ടി അമ്മ ദൂതനോട് ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിക്കും? ഹല്ലേലൂയ. മുഴുവൻ ജനതതിയുടെ രക്ഷ എന്നിലൂടെ എങ്ങനെ സംഭവിക്കും? എങ്ങനെ സംഭവിക്കും എന്നിലൂടെ? അപ്പോൾ ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിനാലും അത്യുന്നതൻ്റെ ശക്തിയാലും ഇത് ലോകത്തിൽ നടക്കും. നീ നിന്നു കൊടുത്താൽ മതി. പരിശുദ്ധാത്മാവിനാലും അത്യുന്നതൻ്റെ ശക്തിയാലും ഇത് ലോകത്തിൽ നടക്കേണ്ടതാണ്. നീ നിന്നു കൊടുത്താൽ മതി. ആമേൻ, ഹല്ലേലൂയ. ഇത് തന്നെയാണ് ഈ കാലഘട്ടത്തിൻ്റെ സുവിശേഷ പ്രഘോഷണം. ഈ കാലഘട്ടത്തിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൽ ശുശ്രൂഷകരോടും ദൈവം പറയുന്നത്, നീ വിശുദ്ധിയിൽ നിന്നു കൊടുത്താൽ മതി, ബാക്കി ദൈവം നോക്കിക്കോളും. നിന്റെ നാവിനെ ദൈവം ഉപയോഗിച്ചോളും. നിനക്ക് ആവശ്യമുള്ള ജനതകളെ ദൈവം തന്നോളും. നീ എന്തു പറയണം അത് ദൈവം തന്നോളും. നീ എവിടെ പറയണം അവിടെ ദൈവം നിന്നെ കൊണ്ടുപോയിക്കോളും. ഇതൊന്നും നിന്റെ അധ്വാനം, നിന്റെ വേർപ്പിൻ്റെ ആവശ്യമില്ല. മറിച്ച് നിന്റെ വിശുദ്ധിയാർന്ന ജീവിതം മാത്രമേ ദൈവം ചോദിക്കുന്നുള്ളൂ. ഇവിടെ പരിശുദ്ധ അമ്മയോടും ദൂതൻ പറഞ്ഞത് ഇത് തന്നെയാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ? കാരണം എങ്ങനെ? അതായത് സകല ലോകത്തിൻ്റെയും രക്ഷ എങ്ങനെ സംഭവിക്കും? ഞാൻ നിന്നോട് യെസ് പറഞ്ഞാൽ, സകല ലോകത്തിൻ്റെയും രക്ഷ ഞാൻ നിന്നോട് യെസ് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമെന്ന് പറയുന്നതിന് മുൻപ് അമ്മ പറയാണ്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്ന് കിട്ടിയ ഉറപ്പ് എനിക്ക് പോരാ. കാരണം എന്താ? ഇതെങ്ങനെ സംഭവിക്കും? അമ്മ അവിടം മുതൽ തന്നെ ലോകം മുഴുവനും വേണ്ടി അമ്മ മാധ്യസ്ഥം വിളിക്കാൻ ആരംഭിച്ചു എന്നുള്ളതാണ്. ആ ഒരു സമയം മുതൽ തന്നെ പരിശുദ്ധമ്മ സകല ജനങ്ങൾക്കും വേണ്ടി മാധ്യസ്ഥം വിളി ആരംഭിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് അമ്മ ചോദിക്കുന്നത്, ഇതെങ്ങനെ സംഭവിക്കും? കാരണം ഞാൻ ഒരു സാധാരണ സ്ത്രീയാ. എന്നിലൂടെ രക്ഷ എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്നിലൂടെ ദൈവപുത്രൻ കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഞാനൊരു സ്ത്രീയാ. ഇതെങ്ങനെ സംഭവിക്കും? എന്നിലൂടെ വരുന്നവൻ ലോകത്തിൻ്റെ രക്ഷ എങ്ങനെ നേടിയെടുക്കും? ഉറപ്പ് കിട്ടണം. അവനെ ആരയക്കും? അവൻ ലോകത്തിന് പരിചയപ്പെടുത്തും? പ്രിയപ്പെട്ട ദൈവജനം, ഇതെല്ലാം അമ്മയുടെ ഒറ്റ ചോദ്യത്തിനകത്തുണ്ട്. ഇത് എങ്ങനെ സംഭവിക്കും? അവിടെയാണ് ആരയക്കും, ആരവനെ ഒരുക്കും, ആരവനെ കൊണ്ട് ചെന്നെത്തിക്കും, ആരവനെ പറ്റി പറയും. എൻ്റെ പുറകെ ഒരുത്തൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ റാലി പോകുമ്പോൾ മുമ്പേ പോകുന്ന കുറേ എണ്ണമുണ്ട് എന്ന് പറഞ്ഞതുപോലെ രക്ഷകനെ അനുനയിക്കാൻ മുൻപേ വിളിച്ചു പറയുന്നവൻ്റെ ഒരു സ്വരം ലോകത്തിന് ആവശ്യമാണ്. അമ്മയെ സംബന്ധിച്ച് അമ്മ ആദ്യത്തെ സക്രാരിയായിട്ടായിരിക്കുന്നവള് വിശുദ്ധമായതിനെ, പരിശുദ്ധനായവനെ സ്വീകരിക്കാനും സൂക്ഷിക്കാനും ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളൊരു പേടകമായിട്ട് അമ്മ നിലനിൽക്കണം. അതാണ് അമ്മയുടെ ഡ്യൂട്ടി. അപ്പം അമ്മ അങ്ങനെ പരിശുദ്ധിയിൽ നിലനിൽക്കുമ്പോൾ അമ്മയിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിന് സാധിക്കും. അതിനുവേണ്ടി അമ്മ ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിക്കും? ഈ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് വീണ്ടും ദൂതൻ അമ്മയ്ക്ക് കൊടുത്ത മറുപടിയാണ്, നിന്റെ ചാർച്ചക്കാരി വന്ധ്യയായ നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് എന്നു പേരായ നിന്റെ ചാർച്ചക്കാരി തന്നെ നിന്റെ പുത്രനെ വിളിച്ചറിയിച്ചോളും ലോകത്തിൻ്റെ മുൻപിൽ. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഈ ചാർച്ചക്കാരിയിലൂടെ നിന്റെ ഉദരത്തിലുള്ളവനെ ലോകത്തിലേക്ക് അറിയിക്കാനുള്ളവനെ ഞാൻ അയക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശിശുവാണ് പരിശുദ്ധ അമ്മയെ കാണുമ്പോൾ തുള്ളിച്ചാടുന്നത്. അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന ക്രിസ്തുവിനെ കാണുമ്പോൾ തുള്ളിച്ചാടുന്നത്. അവന് തുള്ളിച്ചാടാൻ ഇടം ലഭിച്ചത് അമ്മയുടെ ഉദരത്തിലാണ്. ഈ ശിശു തൻ്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം യേശുവിനോട് കൂടെ ഈ എലിസബത്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിലായിരുന്ന സ്നാപകൻ സന്തോഷത്താൽ കുതിച്ചു ചാടുക. പ്രിയമുള്ള ദൈവജനമേ, ഇതാണ് പരിശുദ്ധ അമ്മയ്ക്ക് ദൂതൻ കൊടുത്ത ഉറപ്പ്. എന്തുറപ്പ്?
നിൻ്റെ ഉദരത്തിലൂടെ ലോകത്തിൻ്റെ രക്ഷയിലേക്ക് കടന്നു വരുന്ന ദൈവത്തെ നയിക്കാനുള്ളവനെ ഞാൻ ഇപ്പോഴേ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ള ദൈവത്തിൻ്റെ ദൂത് പരിശുദ്ധമ്മയ്ക്ക് ദൂതൻ കൈമാറി. ആ വാഗ്ദാനം കൂടെ കിട്ടിയപ്പോഴാണ് പരിശുദ്ധ അമ്മ പറയുന്നത്, ഇതാ കർത്താവിൻ്റെ ദാസി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഉറപ്പ് കിട്ടിയപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. അപ്പോൾ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളിലെ ആദ്യത്തെ രഹസ്യം മംഗളവാർത്ത. നമ്മളെപ്പോഴെങ്കിലും ഈ മംഗളവാർത്ത ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞിട്ട് ചൊല്ലിയിട്ടുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് സന്തോഷത്തിൻ്റെ രഹസ്യം ചൊല്ലാൻ തുടങ്ങുമ്പോൾ 4 രഹസ്യങ്ങളുടെ തുടർച്ചയാണ്. ഈ തുടർച്ചയായ 4 രഹസ്യങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ പറയണം, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം ഈ ജപമാലയിലൂടെ എന്നിൽ നിറവേറട്ടെ എന്ന് പറയുന്ന, എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്ന സമർപ്പണമാണ് യഥാർത്ഥത്തിൽ സന്തോഷത്തിൻ്റെ രഹസ്യത്തിലെ ആദ്യത്തേത് മംഗളവാർത്ത നമ്മൾ ധ്യാനിക്കുന്നത്. ഒരിക്കൽ പോലും നമ്മളത് പറഞ്ഞിട്ടുണ്ടാവില്ല, ഒരിക്കൽ പോലും നമ്മളത് ധ്യാനിച്ചിട്ടുണ്ടാവില്ല. ഈ ധ്യാനമാണ് ഒന്നാമത്തെ രഹസ്യത്തിൽ നമ്മൾ ധ്യാനിക്കേണ്ടത്. പരിശുദ്ധ അമ്മ സ്വീകരിച്ച, പരിശുദ്ധ അമ്മ ചെയ്ത് കാണിച്ച് തന്ന ധ്യാനം. പരിശുദ്ധ അമ്മ 10 നന്മ നിറഞ്ഞ മറിയമേ, ഒരു സ്വർഗസ്ഥനായ ഒരു ത്രിത്വസ്തുതി ചൊല്ലുന്നതിന് നീ ധ്യാനിക്കേണ്ടത് ഇത്രയും ധ്യാനമാണ്. ഒരു സ്വർഗസ്നായെയും 10 നന്മ നിറഞ്ഞ മറിയമേ ഒരു ത്രിത്വസ്തുതി ചൊല്ലണമെങ്കിൽ ഇത്രയും ധ്യാനിക്കാതെ നീ ചൊല്ലിയിട്ടൊരു കാര്യവുമില്ല. പക്ഷെ നമ്മൾ നിർഭാഗ്യവശാൽ ഒന്നാം രഹസ്യം വായിച്ചതിന് ശേഷം ഒരു സ്വർഗസ്നായെയും 10 നന്മ നിറഞ്ഞ മറിയവും ത്രിത്വസ്തുതിയും ചൊല്ലി നമ്മൾ കാഴ്ചവെക്കും, ധ്യാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തു നമ്മിൽ രൂപപ്പെട്ടിട്ടുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജപമാല ഒരിക്കലും നിങ്ങൾക്ക് അനുഭവമാകാത്തത്. ഒരിക്കലും ജപമാല അനുഭവമാകില്ല. ആവർത്തന വിരസത ഫീൽ ചെയ്യും, ആവർത്തന വിരസത തോന്നും നമുക്ക് ജപമാലയിൽ. കാരണം എന്താണെന്നറിയോ? നമ്മൾ ജപമാലയിൽ ധ്യാനിച്ചിട്ടല്ല ജപമണികൾ കയ്യിലെടുക്കുന്നത്. ധ്യാനിച്ച് ജപമണികൾ കയ്യിലെടുക്കുമ്പോൾ എന്ത് ധ്യാനിച്ചുവോ അത് ആ ജപമണികളിലൂടെ അതിൻ്റെ അഭിഷേകമാണ് എൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സ്വീകരിക്കുന്നത്. പിന്നീട് എൻ്റെ കരങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടണം. ആമേൻ, ഹല്ലേലൂയ. ഒന്നാമത്തെ രഹസ്യം മംഗളവാർത്ത, പരിശുദ്ധമ്മ ഗർഭം ധരിച്ച് ഈശോ മിശിഹായെ പ്രസവിക്കുമെന്നുള്ള മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പനയാൽ അറിയിച്ചു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. ഈ ധ്യാനമാണ് ഈ പറയുന്ന 1 മണിക്കൂർ എടുത്തത്. പ്രിയപ്പെട്ടവരെ, അപ്പം നമ്മൾ അങ്ങനെ 5 കൊന്ത ചെല്ലുമ്പോൾ ഒരു കൊന്തയ്ക്ക് എത്ര സമയം വേണ്ടി വരും? 4 കൊന്ത ചെല്ലുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ്. പക്ഷെ നമ്മൾ ധ്യാനിക്കുന്നില്ല, നമ്മൾ വായിക്കുക. നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചിട്ട് ഒരു സ്വർഗസ്നായ ചെല്ലാനുള്ള തിടുക്കമാണ്. 10 നന്മ നിറഞ്ഞ മറിയമേ ചെല്ലി ഒരു ത്രിത്വസ്തുതി ചെല്ലുമ്പോൾ ഇത്രയും കഴിഞ്ഞ് കിട്ടി ഭാഗ്യം. നമ്മൾ കൊന്ത ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉയർത്തി നോക്കും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉയർത്തി നോക്കും, തീർന്നില്ലേ? കാരണം ധ്യാനിച്ചിട്ടില്ല. ധ്യാനിച്ച് ജപമാല ചൊല്ലിയാൽ ധ്യാനം കൂടേണ്ട ആവശ്യം വരില്ല. ധ്യാനിച്ച് ജപമാല ചൊല്ലിയാൽ ഏറ്റവും ബെസ്റ്റ് ധ്യാനം തരാൻ പരിശുദ്ധ അമ്മയ്ക്ക് പറ്റും. അത് സന്തോഷത്തിൻ്റെ രഹസ്യത്തിലൂടെ തന്നെ നമ്മളെ ധ്യാനിപ്പിക്കാൻ പരിശുദ്ധ അമ്മയ്ക്കറിയാം. സന്തോഷത്തിൻ്റെ രഹസ്യത്തിലൂടെ തന്നെ നമ്മളെ ധ്യാനിപ്പിക്കാൻ പരിശുദ്ധ അമ്മയ്ക്കറിയാം. കാരണം ഈ ധ്യാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇപ്പോൾ ഒന്നാമത്തെ രഹസ്യം നമ്മൾ ധ്യാനിച്ചു. ഒന്നാമത്തെ രഹസ്യത്തിൽ ഗബ്രിയേൽ മാലാഖ കടന്നു വന്നു, പരിശുദ്ധ അമ്മ കടന്നു വന്നു, മംഗളവാർത്ത കടന്നു വന്നു, യേശു എന്ന് പറയുന്ന നാമം പ്രഖ്യാപിക്കപ്പെട്ടു ഒന്നാമത്തെ രഹസ്യത്തിൽ. 5-ാമതായിട്ട് എലിസബത്തിനെ കുറിച്ചുള്ള പ്രഖ്യാപനമുണ്ടായി. എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള ശിശുവിനെ കുറിച്ചുള്ള പ്രഖ്യാപനമുണ്ടായി. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന സമർപ്പണം വന്നു. 7 കാര്യങ്ങൾ അടങ്ങിയതാണ് ഒന്നാമത്തെ രഹസ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കുമ്പോൾ പരിശുദ്ധമ്മയുടെ ഒന്നാമത്തെ രഹസ്യം, സന്തോഷത്തിൻ്റെ ഒന്നാമത്തെ രഹസ്യം, അതിനകത്ത് മറഞ്ഞിരിക്കുന്ന 7 രഹസ്യങ്ങൾ, സഭയുടെ 7 രഹസ്യങ്ങൾ ഒന്നാമത്തെ ആ ഒരു സംഭവത്തിൽ തന്നെ ഉൾച്ചേർന്നിട്ടുണ്ട്. നമ്മൾ ധ്യാനിച്ചിട്ടില്ല, നമ്മൾ ചോദിച്ചിട്ടില്ല,
നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല. സ്വർഗസ്നായ നന്മ നിറഞ്ഞ പറയുമേ അറിയാവുന്നത് കൊണ്ട് അത് ചൊല്ലി അവസാനിപ്പിച്ച് ഈശോയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. കാരണം രണ്ടാമത്തേതിലേക്ക് എത്താനുള്ള തിടുക്കമാണ് നമ്മൾ കാണിക്കുന്നത്. കാരണം 5 എത്തിയാൽ ഇത് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. പ്രിയമുള്ളവരെ, ഇതാണ് യഥാർത്ഥത്തിൽ ധ്യാനം. ഇങ്ങനെ നിങ്ങൾ ധ്യാനിച്ച് ജപമാലയിലെ ഓരോ രഹസ്യങ്ങളും നിങ്ങൾ ചൊല്ലുമെങ്കിൽ ഓരോ ദിവസവും ധ്യാനാത്മകമാക്കുവാൻ ജപമാല മാത്രം മതി. കാരണം അതിലുള്ള ഈ ധ്യാനം വിശുദ്ധ ബൈബിളിലെ 4 സുവിശേഷങ്ങളെ കൂട്ടിമുട്ടിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ളത് മുഴുവൻ ഈ ജപമാലയിലുണ്ട്. ജപമാല ചൊല്ലുന്ന വ്യക്തി ഒരിക്കലും ബൈബിളിനെ നിന്ദിക്കത്തില്ല. ചിലർ പറയും ജപമാല ചൊല്ലാനായിട്ട് താല്പര്യമുണ്ട്, ബൈബിൾ വായിക്കാൻ തോന്നാറില്ല. അതിന് കാരണം ജപമാലയിലുള്ള രഹസ്യങ്ങൾ ആ വ്യക്തി ധ്യാനിച്ചിട്ടില്ല എന്നുള്ളത് ഒറ്റ വാക്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജപമാല ചൊല്ലുന്ന വ്യക്തി രഹസ്യങ്ങൾ ധ്യാനിക്കുന്ന വ്യക്തിയാണെങ്കിൽ ബൈബിള് വായിക്കാനും അതിനേക്കാൾ താല്പര്യമുണ്ടാകും. ബൈബിള് വായിക്കാൻ താല്പര്യമില്ല, ജപമാല ചൊല്ലും എന്ന് പറയുന്നുണ്ടോ? ശ്രദ്ധിച്ചോ, ആ വ്യക്തി ഒരിക്കലും ജപമാലയിലുള്ള രഹസ്യങ്ങൾ ധ്യാനിക്കാതെ ഒരു കടമ കഴിക്കുന്നത് പോലെ ജപമാല ചൊല്ലുന്നവരായിരിക്കും. അവർക്കൊരിക്കലും ബൈബിളിനെ ധ്യാനിക്കാൻ പറ്റില്ല. കാരണം ജപമാലയിലുള്ള രഹസ്യം എന്ന് പറയുന്നത് തന്നെ വിശുദ്ധ ബൈബിളാണ്. അത് ധ്യാനിക്കാതെ ജപമാല കംപ്ലീറ്റ് ചെയ്യാനോ തുടങ്ങാനോ അവസാനിപ്പിക്കാനോ കൊണ്ടുപോകാനോ നമുക്ക് പറ്റില്ല. അതാണ് ജപമാലയുടെ പ്രത്യേകത. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ജപമണികളിൽ ഈ പറയുന്ന വചനത്തിൻ്റെ ആ ഒരു ചരട് ഉണ്ടാകണം. വചനത്തിൻ്റെ ചരടിൽ കോർക്കാതെ പരിശുദ്ധ അമ്മ എന്ന് പറയുന്ന നന്മ നിറഞ്ഞ മറിയമേ അല്ലെങ്കിൽ അവേ മരിയ എന്നുള്ള പദം നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. പരിശുദ്ധമ്മ എന്ന് പറയുന്ന നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലുന്ന ആ ഒരു പദം കൂട്ടിച്ചേർക്കണമെങ്കിൽ അത് വചനത്തിൻ്റെ നൂലിലെ ആ പദത്തെ കൂട്ടിച്ചേർക്കാൻ പറ്റുള്ളൂ. കാരണം അവളിൽ വചനം മാംസം ധരിച്ചതുകൊണ്ട് അമ്മയുടെ നാമത്തെ കോർത്തിടുന്നത് വചനത്തിൻ്റെ ചരടിലാണ്. അതുകൊണ്ട് ജപമാലയിലുള്ള ചരട് പരിശുദ്ധ അമ്മയെ കോർക്കുന്ന വചനമാകുന്ന ക്രിസ്തു എന്ന് പറയുന്ന ചരടാണത്. ആ ചരടിൽ അമ്മ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ അമ്മയിൽ ആ ചരട് ഉൾച്ചേർന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കന്യകാ മറിയത്തിലൂടെ ക്രിസ്തു എന്നുള്ളതാണ് ജപമണികളിലൂടെ ചരട് കടന്നു വന്നിരിക്കുന്നതിനർത്ഥം. ജപമണികളിലൂടെ ചരട് കോർക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയിലൂടെ ക്രിസ്തു 4 രഹസ്യങ്ങളിലൂടെ ചുറ്റിക്കറങ്ങി വന്ന് ക്രിസ്തുവാകുന്ന വിശുദ്ധ കുരിശിൽ ജപമാല അവസാനിക്കുന്നതിന് കാരണം മറ്റൊന്നല്ല, ഈ ജപമണി പരിശുദ്ധ അമ്മയാണെങ്കിൽ ഈ അമ്മയുടെ ഉള്ളിലൂടെയാണ് ക്രിസ്തു എന്ന് പറയുന്ന വചനം കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയിലാണ് ക്രിസ്തു കുടികൊള്ളുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ജപമണി എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണെങ്കിൽ അമ്മയുടെ ഉള്ളിലൂടെ ഈശോ എന്ന് പറയുന്ന ചരട്, വചനമാകുന്ന ചരട് കടന്നുപോയിട്ടുണ്ട്. ഈ വചനമാകുന്ന ചരട് അമ്മയിലൂടെ കടന്നുപോയി. അമ്മയുടെ ഓരോ മണികൾ 59 എണ്ണം അല്ലേ, 59 അല്ലേ, 59 അല്ലേ, 59 മണികളിലൂടെ ക്രിസ്തു കടന്നു പോയപ്പോൾ അതിൽ എത്ര തവണ പിതാവായ ദൈവത്തിലൂടെ ഈശോ ജപമാലയിൽ കടന്നു പോയിട്ടുണ്ട്? എത്ര തവണ പിതാവായ ദൈവത്തിലൂടെ ഈശോ സ്വർഗസ്നായ പിതാവേ എന്ന് പറയുന്ന പ്രാർത്ഥന എവിടെയെല്ലാം ുണ്ടോ ജപമാലയിൽ, അവിടെയെല്ലാം 10 തവണ പരിശുദ്ധ അമ്മയിലും 1 തവണ തൃത്വത്തിലും എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ഈശോ വരിക. 10 തവണ പരിശുദ്ധ അമ്മയിലുണ്ടെങ്കിൽ 1 തവണ തൃത്വത്തിലൂടെ വീണ്ടും 10 തവണ പരിശുദ്ധ അമ്മയിലൂടെ വീണ്ടും 1 തവണ തൃത്വത്തിലൂടെ വീണ്ടും 10 തവണ പരിശുദ്ധ അമ്മയിലൂടെ കടന്നു വരിക. ഇതിൽ ആരംഭത്തിൽ നമ്മൾ ചൊല്ലുന്നതും വിശ്വാസ പ്രമാണം കുരിശു പിടിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലി, അതിനുശേഷം സ്വർഗസ്നായ പിതാവെ ചൊല്ലി 3 പ്രകരണങ്ങൾ നമ്മൾ ചൊല്ലാറുണ്ട്.
അതായത് വിശ്വാസത്തിൻ്റെ, ശരണത്തിൻ്റെ, സ്നേഹത്തിൻ്റെ 3 പ്രകരണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തു എന്താണെന്ന് അവിടെ പ്രഖ്യാപിക്കുകയാണ് പരിശുദ്ധമ്മ. ക്രിസ്തു എന്താണെന്ന് പരിശുദ്ധമ്മ പ്രഖ്യാപിക്കുകയാണ്. ക്രിസ്തു എന്താണെന്ന് തൃത്വത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധമ്മ പ്രഖ്യാപിക്കുക. എങ്ങനെയാ? പിതാവായ ദൈവത്തിൻ്റെ മകളും പുത്രനായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുമായ പരിശുദ്ധമ്മ. ഈ അമ്മ ഈ പറയുന്ന പുത്രനായ ദൈവത്തിൻ്റെ മാതാവെന്ന് പറയുന്ന സ്ഥാനം അവരോധിക്കാൻ പിതാവായ ദൈവത്തിൻ്റെ മകളാകണം, പരിശുദ്ധാത്മാവിൻ്റെ നിർമ്മല മണവാട്ടിയുമാകണം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവത്തിൻ്റെ മകള് പരിശുദ്ധമ്മയായതുകൊണ്ട് അവിടെ എൻ്റെ വിശ്വാസം ഞാൻ ഏൽപ്പിക്കുകയാണ്. പുത്രനായ ദൈവത്തിൻ്റെ അമ്മയായതുകൊണ്ട് അവളിൽ ഞാൻ എൻ്റെ ശരണം വയ്ക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിർമ്മല മണവാട്ടി ആയതുകൊണ്ട് എന്നിൽ ദൈവസ്നേഹം നിറയാൻ, ദൈവഭക്തി നിറയാൻ അമ്മയിൽ ഞാൻ ആശ്രയിക്കുക. 3 പ്രകരണങ്ങൾ. അതിനു മുൻപ് ഈശോ എന്ന് പറയുന്ന വചനം എന്ന് പറയുന്ന ചരട് സ്വർഗസ്ഥനായ പിതാവയിലേക്ക് പ്രവേശിക്കുക. എവിടെ നിന്നാ? വിശുദ്ധ കുരിശിൽ നിന്ന് ആരംഭിക്കുന്ന ചരടാണ് ജപമാലയിലുള്ളത്. വിശുദ്ധ കുരിശിൽ നിന്ന് ആരംഭിക്കുന്ന ചരടാണ് ജപമാലയിൽ. വിശുദ്ധ കുരിശ് കാൽവരിയിൽ നാട്ടപ്പെട്ടു. ഈ വിശുദ്ധ കുരിശിൽ നിന്ന് വചനമാകുന്ന ക്രിസ്തു ആരംഭിക്കുക. ജപമാലയിലൂടെ ആരംഭിച്ച് അതിൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുന്ന കുരിശിൽ നിന്ന് ക്രിസ്തു നേരെ സ്വർഗസ്ഥനായ പിതാവയിലേക്ക്, അതായത് തൃത്വത്തിലൂടെ തൃത്വത്തിലെ രണ്ടാമൻ സഞ്ചരിച്ച് വീണ്ടും 3 വ്യക്തിത്വങ്ങളെ തന്നെ വെളിപ്പെടുത്തുക. 3 വ്യക്തിത്വങ്ങൾ: ക്രിസ്തു സ്നേഹമാണ്, ക്രിസ്തു ശരണമാണ്, ക്രിസ്തു വിശ്വാസമാണെന്ന് പറയുന്ന, ഭക്തിയാണെന്ന് പറയുന്ന 3 പ്രകരണങ്ങൾ, ക്രിസ്തുവിൻ്റെ 3 സ്വഭാവ വിശേഷങ്ങൾ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് പുറപ്പെടുന്ന ശക്തികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ക്രിസ്തു വീണ്ടും ഒരു ജംഗ്ഷനിലേക്ക് എത്തുക. ആ ജംഗ്ഷനാണ് 3 കൂടി നിൽക്കുന്ന ഒരു ജംഗ്ഷനുണ്ട്. അവിടെ നമ്മൾ ചിലപ്പോൾ പരിശുദ്ധമ്മയുടെ ഒരു ശിരസ് ഉള്ളെങ്കിൽ ഒരു ബെനഡിക്റ്റിൻ കാശുരൂപം, ഇപ്പോൾ കരുണയുടെ ഒരു രൂപം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ നമ്മൾ അവിടെ ഇടും. അവിടെ എത്തി നമ്മൾ ഈ 3 പ്രകരണങ്ങളിലൂടെ അവിടെ എത്തി നമ്മൾ നിൽക്കും. അവിടെ എത്തി നിന്ന് അവിടെ നിന്ന് പിന്നീട് നമ്മുടെ യാത്ര ആരംഭിക്കുമ്പോൾ അവിടെ നമ്മൾ എന്തുമേൽ തുടങ്ങുന്നുവോ, ദിവ്യകാരുണ്യത്തിൽ തുടങ്ങാം. എൻ്റെ ഇതിൽ ബെനഡിക്റ്റിൻ്റെ ലോക്കറ്റാണ് കിടക്കുന്നതെങ്കിൽ അവിടെ നിന്ന് തുടങ്ങാം. നമ്മുടെ പ്രാർത്ഥനയുടെ രീതിയായിട്ട് ബന്ധപ്പെട്ട് ആ ജംഗ്ഷനിൽ വരുന്ന ലോക്കറ്റിന് പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ. ഏതെങ്കിലും ഒന്നിവിടെ വരാൻ പാടില്ല, ഏതെങ്കിലും ഒന്നല്ല ഇവിടെ വരേണ്ടത്, മറിച്ച് ഞാൻ എന്ന് പറയുന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ടത് അവിടെ വരേണ്ടതായിട്ടുണ്ട്. അവിടെ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിൻ്റേത് ആകാം, ഞാൻ പറഞ്ഞില്ലേ, കരുണയുടേതാകാം, ഏത് വേണമെങ്കിലും ആകാം, ദിവ്യകാരുണ്യത്തിൻ്റേതാകാം, എന്തു വേണമെങ്കിലും അവിടെ ആകാമെന്നുണ്ടെങ്കിലും അത് ഞാനെന്ന് പറയുന്ന വ്യക്തിത്വവുമായിട്ട് അതിനൊരു കണക്ഷനുണ്ട്. അവിടെ തൃത്വം സംഗമിക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞു, വിശുദ്ധ കുരിശിൽ നിന്ന് തുടങ്ങി വചനമാകുന്ന ചരട് എത്തി നിൽക്കുന്നത് ഈ ലോക്കറ്റിലേക്കാണെങ്കിൽ, ആ ഒരു ജംഗ്ഷനിലേക്ക് വചനമാകുന്ന ചരട് എത്തി നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വലതുവശത്തേക്ക് പിന്നെ അങ്ങോട്ട് തുടങ്ങാം. എങ്ങോട്ട്? 1-ാമത്തെ രഹസ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുക. 1-ാമത്തെ രഹസ്യമാണ് നമ്മളിപ്പോൾ ധ്യാനിച്ചത്. പരിശുദ്ധ അമ്മയിലൂടെ മംഗളവാർത്ത വഴി ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വരിക എന്ന് പറയുന്ന 1-ാമത്തെ രഹസ്യം. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് 1-ാമത്തെ രഹസ്യം. ഈ ചരടിലൂടെ 5 രഹസ്യങ്ങൾ പൂർത്തിയാക്കി ക്രിസ്തു വീണ്ടും ഈ തൃത്വത്തിലേക്ക് വന്ന് നിൽക്കുകയാണ്. അവിടെ ആ ജംഗ്ഷനിലേക്ക് വന്ന് ക്രിസ്തു നിൽക്കുന്നുണ്ട്. വീണ്ടും താഴേക്ക് നമ്മൾ ചെല്ലാറില്ല. കുരിശിൽ തുടങ്ങിയത് ആരംഭിച്ച് വീണ്ടും ആ ഒരു തൃത്വത്തിൻ്റെ ആ ഒരു ജംഗ്ഷനിൽ വന്ന് നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ഒരു ജപമാല പൂർണ്ണമാവുകയാണ്. എത്ര വലിയ സഞ്ചാരമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സഞ്ചരിച്ചതെന്ന് നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ജപമാലയിലെ 5 രഹസ്യങ്ങളെ നിങ്ങൾ ധ്യാനിച്ചപ്പോൾ നിങ്ങൾ സഞ്ചരിച്ച വഴികളെ നിങ്ങളൊന്ന് ധ്യാനിച്ചാൽ മനസ്സിലാകും. സ്വർഗത്തിലേക്കുള്ള നിൻ്റെ വഴി സുഗമമുള്ളതാക്കാൻ ഇത് നിന്നെ ഇത് നിന്നെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് നിന്നെ സഹായിക്കും. സ്വർഗത്തിലേക്കുള്ള വഴി സുഗമമാക്കാൻ സഹായിക്കും. അതുകൊണ്ട് നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ ചരട് പൊട്ടരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജപമാലയുടെ ചരട് പൊട്ടരുത്. എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം പറയാനാണെങ്കിൽ ജപമാല ഒരിക്കലും ചെയിനിൽ
കോർക്കരുത്. ചരടിലാണ് ജപമാല കോർക്കേണ്ടത്. ചെയിനിൽ കോർക്കുന്ന ജപമാലകളുണ്ട്, ഉപയോഗിക്കുന്നുണ്ട് സഭയിലെങ്കിലും എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചാൽ, നിർബന്ധമൊന്നുമുള്ള കാര്യമല്ല. ചരടിലാണ്, വചനമാകുന്ന ചരട്. ചെയിൻ്റെ പ്രത്യേകത ഓരോ സ്ഥലത്തും അത് യോജിപ്പിച്ച് ക്ലിപ്പ് ചെയ്ത് വെച്ചതാണ്. അതിന് കണക്ടിവിറ്റി ഇല്ല, കുറവാണ്. ചരട് ഒറ്റ ചരടാണ്, അതിലൊരു ജോയിൻസ് ഇല്ല. പക്ഷെ ചെയിൻ എന്ന് പറയുമ്പോൾ ഓരോ മണികൾ കഴിഞ്ഞിട്ട് ഓരോ ജോയിൻസ് വരുന്നുണ്ട്. ജപമാലയുടെ അർത്ഥവുമായിട്ടത് ചേരുന്നില്ല യഥാർത്ഥത്തിൽ ചരടാ ബെസ്റ്റ്. ചരടിൽ കോർത്ത ജപമാല എന്ന് പറഞ്ഞാൽ വചനമാണ് ചരടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. വചനം പരിശുദ്ധ അമ്മയിലൂടെ എന്നുള്ളതാണ്. മണികൾ പരിശുദ്ധ അമ്മയാണെങ്കിൽ വചനമാകുന്ന ചരട് ക്രിസ്തു പരിശുദ്ധ അമ്മയിലൂടെ നിൻ്റെ കൈകൾ. അപ്പോൾ ആ മണികൾക്ക് മാത്രമല്ല അവിടെ പ്രത്യേകത, ചരടിനും ഉണ്ട്. ഹല്ലേലൂയ. ഈ ചരട് പൊട്ടരുത്. ജമാൽ ഉപയോഗിക്കുമ്പോൾ ഈ ചരട് ബ്രേക്ക് ആകരുത്. എൻ്റെ ചരട് പൊട്ടിപ്പോവും. കാരണം ഇതുകൊണ്ട് ഞാനിങ്ങനെ അടിക്കും, അതുകൊണ്ടാണ് ഈ ചരട് പൊട്ടിപ്പോകുന്നത്. അതല്ലാതെ ശുശ്രൂഷയുടെ ഭാഗമായിട്ടുള്ള ഒരു രീതിയാണ്. അതല്ലാതെ നമ്മുടെ ജപമാലയിൽ ചരട് പൊട്ടരുത്. ചരട് പൊട്ടുന്നുണ്ടെങ്കിൽ ആ വചനവുമായിട്ടുള്ള നിൻ്റെ ബന്ധമാണത് അവിടെ കാണിക്കുന്നത്. എന്നുവെച്ചാൽ അതൊരു ദുശകുനം, അങ്ങനെയൊന്നും നിങ്ങൾ അന്ധവിശ്വാസത്തിലേക്ക് പോകരുത് കേട്ടോ. അതല്ല ഞാൻ പറഞ്ഞു തരുന്നതിൻ്റെ അർത്ഥം. മറിച്ച് ചരടിന് പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഞാൻ ആ ഒരു വസ്തുത നിങ്ങളെ അറിയിക്കുക. വചനവുമായിട്ട് അമ്മ എന്നിൽ നിറയണം. വചനം എന്ന് പറയുന്ന ബന്ധം എനിക്കില്ലാതെ ഞാൻ ജപമാല ചൊല്ലുന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഞാൻ രഹസ്യങ്ങൾ ധ്യാനിക്കാൻ താല്പര്യപ്പെടില്ല. രഹസ്യങ്ങൾ വായിച്ചു പോകത്തേയുള്ളൂ. ഹല്ലേലൂയ. രഹസ്യങ്ങൾ വായിച്ചു പോകും, ധ്യാനിച്ചു പോകത്തില്ല. രഹസ്യങ്ങൾ വായിച്ചു പോകാൻ ആർക്കും പറ്റും, വലിയൊരു സംഭവം എന്നുള്ള കാര്യമല്ല. ഇപ്പോൾ അക്രൈസ്തവനും പറ്റും ജപമാല ചൊല്ലാനായിട്ട്, ബുക്ക് കിട്ടിയാൽ മതി. പക്ഷെ ക്രിസ്ത്യാനി, നിൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടത് പരിശുദ്ധ കന്യകാമറിയമാ. ആ രൂപപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ രൂപപ്പെട്ടത് അമ്മയിലൂടെ നിന്നിൽ രൂപപ്പെടണം. ഹല്ലേലൂയ. ഈശോ ലോകരക്ഷയ്ക്കു വേണ്ടി തന്നെ നൽകിയെങ്കിലും അവൻ നൽകിയത്, ചിന്തിയത് പരിശുദ്ധ രക്തമാണ്. ആമേൻ, ഹല്ലേലൂയ. ഈശോ ലോകരക്ഷയ്ക്ക് വേണ്ടി തന്നിൽ നിന്ന് ചിന്തിയത് പരിശുദ്ധ രക്തമാണ്. യേശുവിൻ്റെ ഫിസിക്കൽ ബോഡി അതിനകത്തൊന്നും ഉണ്ടായില്ല, ചിതറിക്കപ്പെട്ട് മാംസം എല്ലാം ചിതറിക്കപ്പെട്ടു, അസ്ഥി മാത്രമായി. അതിനെ സംസ്കരിച്ചു. എവിടെ? കല്ലറയിൽ. കടം വാങ്ങിയ കല്ലറയിൽ ക്രിസ്തുവിനെ സംസ്കരിച്ചപ്പോഴും തന്നിൽ നിന്ന് ലോകത്തിലേക്ക് ചിന്തിയത്, പുറപ്പെട്ടത് എവിടെയാ? തൻ്റെ പരിശുദ്ധ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട കണങ്ങൾ എന്തൊക്കെയാ? രക്തത്തുള്ളികൾ. അതുകൊണ്ട് യേശുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ ഞാനും നിങ്ങളും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. ഈ വില ഏറ്റെടുക്കാൻ സാത്താൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ അവൻ ഉപയോഗിക്കുന്ന വഴിയാണ് ജപമാലയോട് നിനക്ക് വിരക്തി തരും. ജപമാല വേണ്ട, ജപമാല ശരിയാവില്ല, ജപമാല ചെല്ലണ്ട, അതിൽ കാര്യമില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല, ക്രിസ്തുവാണെല്ലാം എന്നൊരു തോന്നൽ തരും. പക്ഷേ നിനക്ക് ക്രിസ്തു ആയിരിക്കില്ല ഒന്നും. നമ്മൾ പറയുമ്പോൾ ജപമാലയെ ഉപേക്ഷിക്കാൻ സാത്താൻ തരുന്ന പ്രേരണ ക്രിസ്തുവാണെല്ലാം. ഈ ഒരു പ്രേരണ ആദ്യം നിനക്ക് തന്നിരിക്കും. ഈ പ്രേരണ നിനക്ക് തന്നതിന് ശേഷം ക്രിസ്തുവിനോടൊന്ന് നീ പ്രാർത്ഥിക്കുകയോ? ഇല്ല. ആ പ്രാർത്ഥനയിൽ വിശുദ്ധി ഉണ്ടാവുമോ? ഇല്ല. കാരണം എന്താ? അമ്മയെ മാറ്റി നിർത്തുന്നവൻ ഈ പറയുന്ന മംഗളവാർത്തയെയാണ് നിന്നിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ഈ പറയുന്ന മംഗളവാർത്ത നിന്നിൽ നിന്ന് എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത്. മംഗളവാർത്ത ഞാൻ പറഞ്ഞില്ലേ, ലോകത്തിന് മംഗളം നൽകിയ, സന്തോഷം കൊടുത്ത വാർത്തയാണെങ്കിൽ അമ്മ ആ വാർത്തയെ സ്വീകരിച്ചത് 7 വ്യാകുലങ്ങളിലേക്ക്. വ്യാകുലമായിട്ട് അമ്മ സ്വീകരിച്ചപ്പോൾ ലോകത്തിനത് സന്തോഷമായിട്ട് മാറി. ഇത് തന്നെയാണ് ഏതൊരു ശുശ്രൂഷകനും ഇങ്ങനെ ആയിരിക്കണമെന്നാണ് പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്നത്. സ്വയം മുറിയപ്പെടാൻ സാധിക്കാത്തവൻ ശുശ്രൂഷകനാകരുത്. സ്വയം മുറിയപ്പെടുമ്പോൾ ലോകത്തിന് അതിൽ നിന്ന് അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ അതിൽ നിന്ന് സൗഖ്യം, അതിൽ നിന്ന് വിടുതൽ, അതിൽ നിന്ന് കരുണ പുറപ്പെടണം. അതിനുവേണ്ടി കർത്താവ് ഓരോ സിക്കമൂർ മരങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യന് വേണ്ടി സ്ഥാപിച്ച ഏക സിക്കമൂർ മരമാണ് പരിശുദ്ധ കന്യക മറിയം. നിൻ്റെ ഏത് പാപാവസ്ഥയിലും
ഏത് കുറവുകളുള്ള അവസ്ഥയിലും, പ്രാർത്ഥനയുടെ എത്ര ഡൗൺ ആയിരിക്കുന്ന അവസ്ഥയിലും ഈ മരത്തിൽ കയറിയാൽ ക്രിസ്തു വരുന്നതും പോകുന്നതും നിനക്കറിയാൻ പറ്റും. ക്രിസ്തുവിൻ്റെ സഞ്ചാരപഥം നിനക്കറിയണമെങ്കിൽ സിക്കമൂർ മരമാകുന്ന പരിശുദ്ധ അമ്മയിൽ നീ പ്രവേശിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പരിശുദ്ധ അമ്മയിലേക്ക് നീ പ്രവേശിച്ചു കഴിയുമ്പോൾ ഇവിടെ അമ്മയ്ക്ക് കൊടുത്ത മംഗളവാർത്തയെ കൂടാതെ അമ്മയെ അറിയിച്ച വിശേഷം നിനക്ക് കിട്ടും. ആ വിശേഷമാണ് നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളത് നിനക്ക് കൂട്ടിച്ചേർത്ത് തരും. പരിശുദ്ധ അമ്മ സ്വീകരിച്ച രാജ്യവും നീതിയുമാണ് ഉദരത്തിൽ ദൈവപുത്രനെ സ്വീകരിച്ചപ്പോൾ കൂട്ടിച്ചേർത്ത് കൊടുത്തതാണ്. എന്ത്? എലിസബത്തിൻ്റെ ഗർഭധാരണത്തെക്കുറിച്ചുള്ള മെസ്സേജ് അമ്മയ്ക്ക് കൂട്ടിച്ചേർത്ത് കൊടുത്തു. അമ്മ സ്വീകരിക്കാൻ തയ്യാറായത് എന്താണ്? പുത്രനെ, ലോകരക്ഷകനെ സ്വീകരിക്കാൻ അമ്മ തയ്യാറായപ്പോൾ അമ്മയ്ക്ക് ദൈവം വിശുദ്ധ ഗബ്രിയേലിലൂടെ അമ്മ ആവശ്യപ്പെടാതെ ഒരു സന്തോഷ വാർത്ത കൂടെ കൊടുക്കുകയാണ്, നിന്റെ ചാർച്ചക്കാരിയെക്കുറിച്ച്. പ്രിയമുള്ള ദൈവജനമേ, ജപമാല നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ ദൈവത്തിന് സറണ്ടർ ചെയ്യുകയാണ്. പരിശുദ്ധമ്മയിലൂടെ, വചനമാകുന്ന ചരടിലൂടെ, പരിശുദ്ധമ്മയാകുന്ന ജപമണികളിലൂടെ ദൈവത്തിന് നമ്മൾ തന്നെ സറണ്ടർ ചെയ്യുക, നമ്മൾ കീഴടങ്ങാൻ സമ്മതിക്കുക. നമ്മൾ കീഴടങ്ങുമ്പോൾ ദൈവം നമുക്ക് കൂട്ടിച്ചേർത്ത് തരുന്നതാണ് എലിസബത്തിനെ കുറിച്ചുള്ള മംഗളവാർത്ത. അതായത് എലിസബത്തിനെ കുറിച്ചുള്ള സത്വാർത്ത ദൈവം നമുക്ക് കൂട്ടിച്ചേർത്ത് തരും. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഭൗതിക നേട്ടങ്ങൾ. ജപമാലയിൽ ഞാൻ ദൈവത്തെ ജപമാല വഴി ആരാധിച്ചാൽ എലിസബത്തിൻ്റെ ഗർഭധാരണം എന്ന് പറയുന്ന ശുഭവാർത്ത നിനക്ക് ശ്രവിക്കാൻ ദൈവം തന്നെ ഇടവരുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെയാണ് പരിശുദ്ധ അമ്മ പറയുന്നത്, ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി. അതായത് എനിക്ക് മാത്രം ലഭിച്ചാൽ പോരാ, എൻ്റെ ചാർച്ചക്കാരിക്കും ലഭിക്കണം. അമ്മ നേടിയെടുത്തത് അമ്മയുടെ മൗനം കൊണ്ടാണ്. പ്രിയമുള്ള ദൈവജനമേ, ദൈവത്തെ നീ ആരാധിക്കുമ്പോൾ നീ ദൈവസന്നിധിയിൽ മൗനം അവലംബിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തി ദൈവത്തോട് സംസാരിക്കുമ്പോൾ ലോകത്തോടും ലോകമോഹങ്ങളോടും മൗനമാണ് കാണിക്കുന്നത്. അതൊന്നും ദൈവസമക്ഷം എത്തുന്നില്ല. പരിശുദ്ധമ്മ ശീലിച്ചതും പരിശുദ്ധമ്മ പഠിപ്പിച്ചതും ഇതാണ്. ലോകത്തോട് ഒന്നും, ലോകത്തിൻ്റെതായിട്ടുള്ളതൊന്നും അല്ല. അമ്മ മൗനം അവലംബിച്ചു. അവിടെ അമ്മ മൗനം അവലംബിച്ചപ്പോൾ അമ്മയുടെ ചാർച്ചക്കാരിയെക്കുറിച്ചുള്ള വിശേഷം അമ്മ ശ്രവിച്ചു. പ്രിയമുള്ള ദൈവജനമേ, ഒന്ന് ഓർക്കുക, നമ്മളും ജപമാല വഴി പരിശുദ്ധമ്മയിലൂടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കാൻ ഈ പറയുന്ന രഹസ്യത്തെ നിങ്ങൾ ധ്യാനിക്കുക. ഈ രഹസ്യത്തെ നിങ്ങൾ ധ്യാനിക്കുമ്പോൾ പ്രിയമുള്ള ദൈവജനമേ, ക്രിസ്തുവിനോട് നീ അമ്മ വഴി സംസാരിക്കുക. ക്രിസ്തുവിനോട് നീ സംസാരിക്കുമ്പോഴെല്ലാം നീ എന്ന് പറയുന്ന ശരീരം മൗനത്തിലാണ്. കാരണം നീ അവിടെ നിൻ്റേതായിട്ടുള്ള ഒരു ഇൻറ്റൻഷനും സമർപ്പിക്കുന്നില്ല, മറിച്ച് പ്രാർത്ഥന എന്ന് പറയുന്ന ആരാധന വഴി ദൈവവുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അവിടെ നീ എന്ന് പറയുന്ന ഭൗതിക ശരീരം സൈലൻറ്റും നീ എന്ന് പറയുന്ന ആത്മീയ ശരീരം ദൈവത്തോടുള്ള സംസാരത്തിലുമാണ്. ഇതാണ് ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന ആരാധന. ഈ ആരാധന ദൈവത്തിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ അമ്മ എന്ന് പറയുന്ന ദൈവത്തെ ആരാധിച്ചവൾ അമ്മ, ആ അമ്മ മൗനം അവലംബിച്ചപ്പോൾ അമ്മയോട് ദൂതൻ പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരി, നിന്റെ ഉദരത്തിൽ ആയിരിക്കുന്നവനെ മറ്റുള്ളവരുടെ മുൻപിൽ വിളിച്ചു പറയുന്ന സ്വരവും റെഡിയായിട്ടുണ്ട്. എലിസബത്ത് ഇത് 6ാം മാസമാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എലിസബത്തിന് ഇത് 6ാമത്തെ മാസം. പ്രിയമുള്ള ദൈവജനമേ, അമ്മയ്ക്ക് മംഗളവാർത്ത വന്നപ്പോൾ എലിസബത്തിന് 6ാം മാസം. അതായത് യേശുവും സ്നാപകനും തമ്മിലുള്ള വ്യത്യാസത്തെ നിങ്ങൾ കാണുക. ഇവിടെയാണ് നമ്മുടെ ദൈവം നമുക്ക് തരുന്നത്. നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ നീ പ്രാർത്ഥിച്ച നിയോഗത്തിൻ്റെ 6ാം മാസത്തിൽ, ആ നിയോഗത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ 6ാം മാസം
എത്തിയിട്ടുണ്ടാകും. ഹല്ലേലൂയ. എനിക്ക് കടബാധ്യതയുണ്ട്, ഇതാണ് എൻ്റെ നിയോഗം. പക്ഷേ അത് ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടില്ല. പകരം ഞാൻ ജപമാല വഴി ദൈവത്തെ പരിശുദ്ധ അമ്മയിലൂടെ ആരാധിക്കുമ്പോൾ എൻ്റെ കടബാധ്യത എന്ന് പറയുന്ന അവസ്ഥ അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ പാതി വഴിയിൽ എത്തിയിട്ടുണ്ടാകും, അമ്മ എത്തിച്ചിട്ടുണ്ടാകും. അതാണ് ജപമാല പ്രാർത്ഥന. അവിടെ നിൻ്റെ നിയോഗങ്ങളെല്ലാം നീ ആവശ്യപ്പെടാതെ അമ്മ ദൈവസമക്ഷം സമർപ്പിക്കും. പക്ഷേ ധ്യാനിച്ചുകൊണ്ട് വേണം ദൈവത്തിന് മുമ്പിൽ ജപമാല പ്രാർത്ഥന ചൊല്ലാൻ. ധ്യാനിക്കാതെ ജപമാല, നിയോഗങ്ങൾക്ക് വേണ്ടി ജപമാല ചെല്ലല്ലേ പ്രിയപ്പെട്ടവരെ, ധ്യാനിക്കണം. എല്ലാവരും പറയും ജപമാലയിൽ സമർപ്പണം വേണമെന്ന്. സമർപ്പണം ഇത് തന്നെയല്ലേ ഏറ്റവും വലിയ സമർപ്പണം. പരിശുദ്ധ അമ്മ സമർപ്പിച്ച സമർപ്പണം നിങ്ങളൊന്ന് കണ്ടേ. ഇതാ കർത്താവിൻ്റെ ദാസി. ജപമാലയുടെ ആദ്യത്തെ രഹസ്യത്തിൻ്റെ ആദ്യത്തെ ദശകം ചൊല്ലുന്നതിന് മുൻപ് അമ്മ സമർപ്പിച്ച സമർപ്പണമാണ് ഏറ്റവും സ്വീകാര്യമായ സമർപ്പണം. ഇതാ കർത്താവിൻ്റെ ദാസി. അതായത് ഈ ജപമാലയിലൂടെ എന്തും സ്വീകരിക്കാൻ നീ എന്നെ നിൻ്റെ അടിമയായി, ഓ എൻ്റെ ദൈവമേ, സ്വീകരിച്ചോ. അവിടെയാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ അടിമയാകാൻ പരിശുദ്ധ അമ്മ തീരുമാനമെടുത്തപ്പോൾ ദൈവപുത്രൻ അമ്മയുടെ ഉദരത്തിൽ തടവുകാരൻ ആയി മാറ്റപ്പെട്ടു. ദൈവപുത്രനെ 9 മാസം പരിശുദ്ധമ്മ തടങ്കലിൽ സൂക്ഷിച്ചു. എങ്ങനെ? ദൈവത്തിൻ്റെ അടിമയാകാൻ അമ്മ തീരുമാനമെടുത്തപ്പോൾ ദൈവപുത്രൻ അമ്മയുടെ അടിമയാകാനായിട്ട് അമ്മയുടെ തടങ്കലിലേക്ക് ദൈവപുത്രൻ ഉദരത്തിലേക്ക് അടയ്ക്കപ്പെട്ടു ചെയ്യുന്നത്. പ്രിയമുള്ള ദൈവജനമേ, ഞാനും നിങ്ങളും ഇതുപോലെ 9 മാസം ഒരു ഉദരത്തിൽ തടവിലായിരുന്നതിന് ശേഷമാണ് ലോകത്തിലേക്ക് കടന്നു വന്നത്. ഈ 9 മാസം ഒരു അമ്മയുടെ ഉദരത്തിൽ ഞാനും നിങ്ങളും ഉദരത്തിലായിരിക്കുമ്പോൾ ഈ ഉദരത്തിൽ എനിക്ക് മുൻപേയും എനിക്ക് ശേഷവും തടവിലാക്കപ്പെട്ടവരെ നിങ്ങൾ മാനിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഉദരത്തിൽ എനിക്ക് മുൻപ് തടവ് സ്വീകരിച്ചവരുണ്ട്, എനിക്ക് ശേഷം തടവിലായവരുമുണ്ട്. ആദ്യത്തെ തടവറയാണ് അമ്മയുടെ ഗർഭപാത്രം. ഏതൊരു മനുഷ്യൻ്റെയും ആദ്യത്തെ തടവറ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, എന്താ പറയുക, ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ആ ഒരു ലെവലിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ എല്ലാം ഈ ലോകത്തിൻ്റെ അമ്മമാർ നമ്മളെ ഗർഭത്തിലായിരിക്കുന്ന സമയത്ത് ഇതുപോലൊരു തടവറയിലേക്ക് നമ്മൾ ആയിട്ടുണ്ട്. ഈ തടവറയിൽ നിന്ന് നമ്മൾ സ്വീകരിച്ച നന്മയും തിന്മയും ശാപവും പാപവും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും എല്ലാം ഈ ഒരു തടവറയിൽ ഫൂഡായിട്ട്, ഭക്ഷണമായിട്ടും മറ്റു പല അവസ്ഥകളായിട്ടും നമ്മൾ സ്വീകരിച്ചപ്പോൾ പുറത്തു വന്നപ്പോൾ ദൈവം നമുക്ക് തന്ന ഫിസിക്കൽ ബോഡിയിൽ അതൊന്നും പ്രകടമല്ല. മറിച്ച് ആ തടവറയിലായിരുന്ന അവസ്ഥയിൽ എൻ്റെ ആത്മാവ് പരിശുദ്ധ അമ്മയോടുകൂടെ ക്രിസ്തു എന്ന് പറയുന്ന അവസ്ഥയിൽ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എൻ്റെ ആത്മാവ് എൻ്റെ അമ്മയുമായിട്ട് ചേർന്ന ഒരു സമയമുണ്ട്. ഈ സമയത്തിൽ അമ്മയുടെ പ്രാർത്ഥനകളുടെ വിഹിതം, അമ്മയുടെ നന്മയുടെ വിഹിതം, അമ്മയുടെ പാപത്തിൻ്റെ വിഹിതം, അപ്പനിൽ നിന്നുള്ള തലമുറകളുടെ വിഹിതം, ഇതെല്ലാം ഈ ആത്മാവ് സ്വീകരിച്ച് ഈ ആത്മാവിന് ദൈവം ഫിസിക്കലി ഒരു ഫോം നൽകുകയാണ്. ഒരു മനുഷ്യനെ പോലെ ഒരെണ്ണം മാത്രമായിട്ട്, ഓഡ് വണ്ണായിട്ട് കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സൃഷ്ടിച്ചു. നമ്മുടെ കണ്ണിൻ്റെ ഇതെടുത്താലും കയ്യിലെ ഫിംഗർ പ്രിൻ്റ് എടുത്താലും എല്ലാം ഒരു വ്യക്തിയുടെ മറ്റൊരു വ്യക്തിയുമായിട്ട് സാമ്യമില്ലാത്ത രീതിയിൽ എത്ര കോടിയുണ്ടോ അത്രയും ഓഡ് വണ്ണായിട്ട് കർത്താവ് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി. കാരണം എന്താ? ഓരോന്നും അതതിൻ്റെ അവസ്ഥയിൽ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് കൊണ്ട് അതതിൻ്റെ അവസ്ഥയിൽ ദൈവത്തെ ആരാധിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ദൈവം എനിക്ക് ഒരു ആദ്യത്തെ തടവുകാരനാക്കി, അല്ലെങ്കിൽ രണ്ടാമത്തെ തടവുകാരനാക്കി, മൂന്നാമത്തെ തടവുകാരനാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോടൊപ്പം ആ തടവറയിൽ ആരെല്ലാം, ചിലത് ഒരുമിച്ച് തടവറയിൽ തടവ് അനുഭവിച്ചവർ, എനിക്ക് ശേഷം എനിക്ക് മുന്നേ തടവിലായിരുന്നവരെല്ലാം ഈ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഗർഭപാത്രവുമായിട്ട് ഈ വ്യക്തിക്ക്, ഞാനെന്ന് പറയുന്ന വ്യക്തിക്കൊരു കണക്ഷനുണ്ട്. പിതാവിലേക്ക് എന്നെ അടുപ്പിക്കുന്ന കണക്ഷനാണത് പ്രിയപ്പെട്ടവരെ. ഈ കണക്ഷൻ ബ്രേക്ക് ആകാതെ നോക്കുക. മാതാപിതാക്കന്മാരെ നിന്ദിച്ചാൽ ആ കണക്ഷൻ ബ്രേക്ക് ആവും. പരിശുദ്ധ അമ്മയുമായിട്ടുള്ള കണക്ഷൻ
മാതാപിതാക്കന്മാരെ ലംഘിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഉണ്ടാവില്ല. പരിശുദ്ധ അമ്മയോട് കണക്ഷനുള്ള വ്യക്തി മാതാപിതാക്കന്മാരെ ബഹുമാനിച്ചിട്ടുണ്ടാവും. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നില്ലേ, ജപമാല ചൊല്ലാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും നടക്കില്ല. അമ്മയുടെ കണ്ണുനീര് നമ്മൾ മൂലം നമ്മുടെ കുടുംബത്തിൽ വീണിട്ടുണ്ടോ, അവിടെ തുടങ്ങുക ശാപം. അവിടെ ശാപം ആരംഭിക്കുക. പിന്നെ അത് പോക്ക, ആ മക്കളുടെ കാര്യം പോക്ക. അമ്മയുടെ കണ്ണുനീര് വീഴരുത്, അപ്പൻ്റെ അമ്മയുടെ എങ്കിലും അമ്മയുടെ ഏറെ പ്രത്യേകമായിട്ട് നമ്മളെ പെറ്റു വളർത്തിയ അമ്മയുടെ കണ്ണുനീര് വീഴാൻ നമ്മൾ ഇടവരുത്തിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുമായിട്ടുള്ളൊരു കണക്ഷൻ പൂർത്തിയാവില്ല. എങ്ങനെ പ്രാർത്ഥിച്ചാലും നമുക്കൊരു തൃപ്തി കിട്ടത്തില്ല. പരിശുദ്ധ അമ്മയോട് എങ്ങനെ മധ്യസ്ഥം വിളിച്ചാലും തൃപ്തി കിട്ടില്ല. ഉറപ്പാണ്. അതങ്ങനെയാണ്, അതിൻ്റെ രീതി അതാണ് പ്രിയപ്പെട്ടവർ. അത് നമ്മുടെ ഭൂമിയിലുള്ള ദൈവം നമുക്ക് തന്നിരിക്കുന്ന മാതാപിതാക്കളായിട്ട് അതിനൊരു ബന്ധമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ബന്ധമുണ്ട്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരാത്മാവുണ്ടാകണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശരീരം മാത്രം, അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ അതൊരു ശരീരമാണ്. ശരിക്കും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന പ്രാർത്ഥനകൾ ഒരു ഫിസിക്കൽ ബോഡിയാണ്. പക്ഷേ അതിനകത്ത് എൻ്റെ കണ്ണുനീരുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഒരു ആത്മാവുണ്ട്. അതിനകത്ത് എൻ്റെ അനുതാപമുണ്ടെങ്കിൽ ആ ശരീരത്തിനൊരു ആത്മാവുണ്ട്. അതല്ലെങ്കിൽ വെറും ഒരു ഫിസിക്കൽ ബോഡിയാണ് നമ്മൾ ദൈവത്തോട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ഫിസിക്കൽ ബോഡിയാണ്. അതിനകത്തുനിന്ന് എൻ്റെ കണ്ണുനീരിൻ്റെ അംശം ആ പ്രാർത്ഥനയിൽ ഉണ്ടെങ്കിൽ അതിനൊരു ആത്മാവുണ്ട്. ആ പ്രാർത്ഥനയിൽ എൻ്റെ അനുതാപത്തിൻ്റെ ഒരു ഉറപ്പുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയിൽ ഒരു ആത്മാവുണ്ട്. അത് ആ സ്വരം ആണ് ദൈവം ശ്രവിക്കുന്നത്. നിൻ്റെ അതരത്തിൽ നിന്ന് പുറപ്പെട്ട എന്ന് പറയുന്ന ആ ഒരു സൗണ്ടല്ല, അതല്ല ദൈവം സ്വീകരിക്കുന്നത്. ആ സൗണ്ടിനകത്ത് ഒരാത്മാവ് ഉണ്ടെങ്കിൽ അതാണ് ദൈവം സ്വീകരിക്കുന്ന കണ്ണുനീര്, അനുതാപം, പശ്ചാത്താപം, മാനസാന്തരം. ഇതൊക്കെ ഞാൻ അർപ്പിക്കുന്ന കുരിശിൻ്റെ വഴിയിൽ, ഞാൻ അർപ്പിക്കുന്ന ജപമാലയിൽ, ഞാൻ അർപ്പിക്കുന്ന ബലിയിൽ ഈ ഒരു ആത്മാവിൻ്റെ അനുതാപമില്ലെങ്കിൽ പ്രാർത്ഥനകൾക്കെല്ലാം ഫിസിക്കലി ഒരു ശരീരം ഞാൻ തീർത്തിട്ടുണ്ടെങ്കിലും അതിനകത്ത് ഒരാത്മാവിൻ്റെ അവസ്ഥയില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ മുന്നിലെത്തി. കാരണം എൻ്റെ സ്വരം എത്തി. പ്രാർത്ഥനകളാകുന്ന എൻ്റെ സ്വരം ദൈവത്തെ മുൻപിലെത്തി. കാരണം ഞാൻ ഉറക്കെ പ്രാർത്ഥിച്ചു. പക്ഷെ ആ പ്രാർത്ഥനയിൽ ഇവിടെ നിന്ന് പുറപ്പെടുന്ന ഒരു വിഹിതം അതില്ലാത്തിടത്തോളം എൻ്റെ പ്രാർത്ഥനകളാകുന്ന ഭൗതിക ശരീരത്തെ ദൈവത്തിൽ എത്തിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റും. എൻ്റെ പ്രാർത്ഥനയാകുന്ന ആത്മശരീരം ദൈവത്തിലേക്ക് എത്തിയിട്ടില്ല. ആത്മാവില്ലാത്ത പ്രാർത്ഥനയാണത്. ആത്മാവുണ്ടാവില്ല. നമ്മളതിനൊരു കാരണം പറയും, സമയം കിട്ടിയില്ല, സമയക്കുറവുകൊണ്ട് ഓടിച്ചിട്ട് പ്രാർത്ഥിച്ചു. ഇല്ല, തെറ്റാണ്. എത്ര സമയം കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ഭക്ഷണം വാരി വിഴുങ്ങില്ല, ചവച്ചരച്ച് തന്നെ കഴിക്കണേ. സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോരി ഇട്ടിട്ട് കുറേ വെള്ളം ഒഴിച്ച് കുത്തി ഇറക്കുകയല്ല ചെയ്യുന്നത്. ചവച്ചരച്ച് അത് ഇറക്കും. കാര്യം എന്താ? എത്ര സമയമില്ലെങ്കിലും നമ്മൾ അതിന് സമയം കണ്ടെത്തും. എത്ര സമയമില്ലെങ്കിലും നമ്മൾ വസ്ത്രം ധരിക്കും. എത്ര സമയമില്ലെങ്കിലും നമ്മുടെ പ്രാഥമിക കർമ്മങ്ങൾ നമ്മൾ നിറവേറ്റും. ഇതിലൊന്നിലും കോംപ്രമൈസ് ഇല്ല. എത്ര സമയമില്ലെങ്കിലും പാപം ചെയ്യാനുള്ള വാസനയ്ക്ക് സമയമുണ്ട്. എത്ര സമയമില്ലെങ്കിലും തെറ്റ് ചെയ്യാനും മറ്റുള്ളവരെ നിന്ദിക്കാനും സമയമുണ്ട്. പിന്നെ എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നതിൽ മാത്രം ആത്മാവ് കടന്നു വരാത്തത് എന്തുകൊണ്ടാണ്? പ്രാർത്ഥനയിൽ ആത്മാവ് കടന്നു വരുന്നില്ല. പ്രാർത്ഥനയിൽ ജൽപ്പനങ്ങളാണ് കടന്നു വരുന്നത്. ആത്മാവില്ല. ജൽപ്പനങ്ങളുണ്ട്. ബുക്ക് നോക്കിയിരുന്ന് വിട്ടുകൊടുക്കുക. അധരങ്ങളിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതൊരു ഫിസിക്കൽ ബോഡിയാണ് പ്രിയപ്പെട്ടവർ. അതിൻ്റെ അകത്തൊരു ആത്മാവില്ല. അതിനകത്ത് ആത്മാവില്ലാത്തിടത്തോളം കാലം ധ്യാനം കൂടി ഇങ്ങനെ ആയുസ് തികയ്ക്കും. ആത്മാവുണ്ടാകണം നമ്മുടെ പ്രാർത്ഥനയിലെല്ലാം. ദൈവത്തിൻ്റെ ഒരു ആത്മാവ് നമ്മുടെ കണ്ണുനീരിൻ്റെ, നമ്മുടെ അനുതാപത്തിൻ്റെ, നമ്മുടെ എളിമയുടെ, നമ്മുടെ മാനസാന്തരത്തിൻ്റെ, പശ്ചാത്താപത്തിൻ്റെ ഒരു വിഹിതം പ്രാർത്ഥനയിൽ ഉൾച്ചേർന്നിട്ടില്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ആത്മാവുണ്ടാവില്ല. ഇതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഒന്നാമത്തെ രഹസ്യത്തിൽ അമ്മ പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദാസി. ആമേൻ, ഹല്ലേലൂയ. അതിനകത്ത് അമ്മയുടെ ആത്മസമർപ്പണത്തെ കാണാൻ പറ്റും. ആദ്യമേ അമ്മയുടെ ഫിസിക്കൽ ബോഡി
ദൈവത്തിന് വിട്ടുകൊടുത്തു. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അതായത് അമ്മയുടെ ഫിസിക്കൽ ബോഡിയിൽ അത്യുന്നതൻ്റെ ശക്തി ഇതിൻ്റെ മേൽ ആവസിക്കും. അതുകൊണ്ട് അമ്മ കൺസീവായി. അമ്മയുടെ ഫിസിക്കൽ ബോഡി വിട്ടുകൊടുത്തു ദൈവത്തിന്. ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞു, ദൈവം ഇങ്ങനെയാണ് പറയണത്, അതുകൊണ്ട് വിട്ടുകൊടുത്തു. ഫിസിക്കൽ ബോഡി വിട്ടുകൊടുത്തു. പിന്നെ വിട്ടുകൊടുക്കാനുള്ളത് എന്താ? നമ്മുടെ ആത്മാവിനെ വിട്ടുകൊടുക്കണം അമ്മയ്ക്ക്. എന്നാലാണ് അമ്മ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പൂർത്തിയാകുന്നുള്ളൂ. നമ്മുടെ അമ്മ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പൂർത്തിയാകണമെങ്കിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തെ വിട്ടുകൊടുത്തത് കൂടാതെ ആത്മാവിനെയും വിട്ടുകൊടുക്കാൻ അമ്മ തീരുമാനം എടുത്തപ്പോൾ ദൂതൻ മറഞ്ഞു. അമ്മയുടെ മുന്നിൽ നിന്ന് ദൂതൻ മറഞ്ഞത് അപ്പോൾ മാത്രമാണ്. ദൂതന് സ്വർഗത്തിന് ആവശ്യം അമ്മയുടെ ശരീരത്തെ മാത്രമല്ല, സ്വർഗത്തിന് ആവശ്യം അമ്മയുടെ ആത്മാവിനെയുമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ സ്വർഗം വിളിക്കുന്നത് നിത്യ കന്യക എന്ന്. ഹല്ലേലൂയ. കാരണം പരിശുദ്ധ അമ്മയിലുള്ള കന്യകാത്വം ആത്മാവിലുമുള്ളതും ശരീരത്തിലുമുള്ളതാണ്. നമ്മളിലുള്ള കന്യകാത്വം ശരീരത്തിലുണ്ടാകും, ആത്മാവിലുണ്ടാവില്ല, ചിലപ്പോൾ ശരീരത്തിലും ഉണ്ടാവില്ല. നേരെ മറിച്ച് പരിശുദ്ധ അമ്മയിലുള്ള കന്യകാത്വത്തിൻ്റെ പ്രത്യേകത ആത്മാവിലും ശരീരത്തിലും അവൾ കന്യകയായിരുന്നു എന്നുള്ളതാണ്. കാരണം അവിടെ പരിശുദ്ധമ്മ തൻ്റെ ആത്മാവിനെ ശരീരത്തോട് ചേർന്ന് പുത്രനായ ദൈവത്തെ സ്വീകരിക്കാൻ ഗബ്രിയേൽ മാലാഖ വഴി ദൈവത്തിലേക്ക് സമർപ്പിച്ചു, കൊടുത്തു, ഏൽപ്പിച്ചു. അപ്പോൾ അമ്മയ്ക്ക് കിട്ടിയ മറ്റൊരു സദ്വാർത്തയാണ് ഇത്. എന്ത്? നിൻ്റെ ചാർച്ചക്കാരിയുടേത്. അപ്പോൾ എൻ്റെ ചാർച്ചക്കാരി ആരാ? എൻ്റെ രോഗങ്ങൾ, എൻ്റെ ബാധ്യതകൾ, എൻ്റെ കുടുംബ പ്രശ്നങ്ങൾ, എൻ്റെ മക്കളുടെ വഴിവിട്ട ജീവിതം, എൻ്റെ തകർന്ന ദാമ്പത്യം, ഇതെല്ലാം എൻ്റെ ചാർച്ചക്കാരിയാണ്. ഇതെല്ലാം എൻ്റെ ചാർച്ചക്കാരിയാണെങ്കിൽ ഞാൻ ദൈവത്തിന് എന്നെ തന്നെ ഏൽപ്പിച്ച് ഒന്നാമത്തെ രഹസ്യം പൂർത്തിയാക്കുമ്പോൾ എൻ്റെ ചാർച്ചക്കാരിയായ വൃദ്ധയായ അവസ്ഥ, അതായത് വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ചാർച്ചക്കാരി ഇപ്പോൾ വാർദ്ധക്യത്തിലെത്തി. ഇത്രയും വർഷമായിട്ട് പ്രാർത്ഥിക്കുക, അപ്പോൾ ചാർച്ചക്കാരി വാർദ്ധക്യത്തിലെത്തി. 10 വർഷമായി പ്രാർത്ഥിക്കുന്നു, നടക്കുന്നില്ല. 12 വർഷമായി കുഞ്ഞുണ്ടാകുന്നില്ല. ചാർച്ചക്കാരിയാ. കാരണം വൃദ്ധയായ എലിസബത്ത്. ഇതെല്ലാം വൃദ്ധയായ എലിസബത്താ. കാരണം എന്താ? എൻ്റെ ചാർച്ചക്കാരി ഇത്രയും വർഷമായിട്ട് ഈ നിയോഗമാണ്. എൻ്റെ ചാർച്ചക്കാരി എന്ന് പറയുന്ന ഈ നിയോഗം ഇത്രയും വർഷമായിട്ട് ഇത് ചാർച്ചക്കാരി എന്ന് പറയുന്ന നിയോഗം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് നടന്ന് കഴിഞ്ഞു എന്ന് പറയുന്ന അനുഗ്രഹത്തിൻ്റെ തലത്തിലേക്ക് എൻ്റെ ചാർച്ചക്കാരി എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അമ്മ പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്യാൻ തീരുമാനമെടുത്തപ്പോൾ ചാർച്ചക്കാരി അനുഗ്രഹിക്കപ്പെട്ടു. നമ്മുടെ ഭൗതിക ആവശ്യങ്ങളിൽ ദൈവം ഇടപെടണമെങ്കിൽ നിൻ്റെ ശരീരവും നിൻ്റെ മനസ്സും നിൻ്റെ ആത്മാവും ദൈവത്തിന് നീ സമർപ്പിക്കണം. എങ്കിൽ നിൻ്റെ ചാർച്ചക്കാരി അനുഗ്രഹിക്കപ്പെടും. എങ്കിൽ നിനക്ക് രണ്ടാമത്തെ രഹസ്യത്തിലേക്കുള്ള വഴി ദൈവം തുറന്ന് കൊടുക്കും. ഹല്ലേലൂയ. നമ്മൾ പരിശുദ്ധ ജപമാല ചൊല്ലുമ്പോൾ അതിൽ ഒന്നാമത്തെ രഹസ്യത്തിൽ രണ്ടാമത്തെ രഹസ്യത്തിലേക്കുള്ള വഴി ഓപ്പണാക്കി ഇടുന്നതാണ് പരിശുദ്ധ ജപമാലയുടെ കണക്ഷൻ. ഇവിടെ ഒന്നാമത്തെ രഹസ്യം മംഗളവാർത്തയിൽ രണ്ടാമത്തെ രഹസ്യത്തിലേക്കുള്ള വഴി എലിസബത്തിനെ സന്ദർശിക്കാനുള്ള കാരണം അമ്മയ്ക്ക് കൊടുത്തിട്ടാണ് ഒന്നാമത്തെ രഹസ്യം അവസാനിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു സഹനം നീ നിൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്തിട്ടുണ്ടോ? അതിനൊരു തായ് വഴിയുണ്ട്. മറ്റൊരു സ്ഥലത്തേക്ക് ഒരു ബൈപ്പാസാണത്. മറ്റൊരു എൻട്രി നിൻ്റെ ആത്മീയ ഭൗതിക ജീവിതത്തിൽ മറ്റൊരു എൻട്രി നിനക്ക് തരും. ഈ രണ്ടാമത്തെ രഹസ്യം എലിസബത്തിനെ സന്ദർശിക്കുന്നത് എടുത്തു നോക്കിക്കോ. അമ്മയുടെ മൂന്നാമത്തെ രഹസ്യത്തിലേക്കുള്ള വഴി അതിൽ ഓപ്പൺ ആകുന്നുണ്ട്. കാരണം അവിടെ എലിസബത്ത് പറയുന്നുണ്ട്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. മൂന്നാമത്തെ രഹസ്യം എൻ്റെ കർത്താവിൻ്റെ അമ്മയായിട്ട് മാറണം. നേരെ അവിടെ നിന്ന് പോവുകയാണ് കാലത്തൊഴുത്ത്. ഈ മൂന്നാമത്തെ രഹസ്യത്തിൽ നാലാമത്തെ രഹസ്യത്തിലേക്കുള്ള വഴി ഓപ്പണാകുക. മൂന്നാമത്തെ രഹസ്യം പറയുന്നു, അവിടെ കന്യക ഗർഭം ധരിച്ച കാലത്തൊഴുത്തിൽ രക്ഷകന് ജന്മം കൊടുക്കുന്ന മൂന്നാമത്തെ രഹസ്യത്തിൽ അവിടെ നിന്ന് തുടങ്ങുകയാണ് വ്യാകുലത്തിലേക്കുള്ള വഴി സ്റ്റാർട്ട് ചെയ്യുക. കാരണം ലോകത്തിലേക്ക് ക്രിസ്തു വന്നു, ഇനി സഹരക്ഷക എന്നുള്ള ഡ്യൂട്ടി ഏറ്റെടുത്തു. അത് സ്വീകരിക്കാനായിട്ട് അമ്മ ജെറുസലേമിലേക്ക് പോവുകയാണ്. ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ ശിമയോൻ അമ്മയെ കാത്തിരിക്കുക. നിൻ്റെ ഹൃദയത്തിൽ വാള് തുളച്ചു കയറും, നിൻ്റെ ഹൃദയത്തിലേക്ക് വാള് തുളച്ച് കയറും എന്ന് പറയുന്നത് സംഭവിക്കാൻ അഞ്ചാമത്തെ രഹസ്യത്തിലേക്ക് എത്തി. ഉണ്ണി യേശുവിനെ കാണാനില്ല, ബാലനായ യേശു മിസ്സിങ്. അപ്പോൾ ശിമോൻ പറഞ്ഞത് അഞ്ചാമത്തെ രഹസ്യത്തിലെത്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ജപമാലയുടെ കണക്ഷൻ കിടക്കുന്ന വഴി. ഇതൊന്നും നമ്മൾ ധ്യാനിക്കില്ല. കാരണം നിയോഗങ്ങൾ പറയാനേ സമയമുള്ളൂ. നിയോഗങ്ങൾ പറഞ്ഞിട്ട് തീരുന്നില്ല.
59 മണികളുണ്ടെങ്കിൽ 59 നിയോഗം സമർപ്പിക്കും, ധ്യാനിക്കില്ല. 5 രഹസ്യവും എൻ്റെ 5 രഹസ്യങ്ങളെ സമർപ്പിക്കാനാണ് എനിക്കിഷ്ടം. എൻ്റെ രോഗമാകുന്ന രഹസ്യം, എൻ്റെ കുടുംബ പ്രശ്നങ്ങളാകുന്ന രഹസ്യം, എൻ്റെ ഭാര്യയാകുന്ന രഹസ്യം, എൻ്റെ ഭർത്താവാകുന്ന എൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ് എനിക്ക് ജപമാലയിൽ ഇഷ്ടം. ദിവ്യ രഹസ്യങ്ങൾ ജപമാലയിൽ ഞാൻ പറയില്ല, എൻ്റെ രഹസ്യം പറയും, എൻ്റെ രഹസ്യ ബന്ധങ്ങൾ പറയും, എൻ്റെ കടബാധ്യതയുടെ രഹസ്യം, എൻ്റെ നടക്കാത്ത കാര്യങ്ങളുടെ രഹസ്യങ്ങളാണ് ജപമാലയിൽ പലപ്പോഴും ദിവ്യ രഹസ്യമായിട്ട് ഞാൻ സമർപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവീക രഹസ്യം പറയാത്തിടത്ത് നിൻ്റെ രഹസ്യം പരസ്യമാവില്ല ദൈവത്തിൻ്റെ മുൻപിൽ. ദൈവീക രഹസ്യങ്ങൾ പറഞ്ഞ് ധ്യാനിക്കാതെ അർപ്പിക്കുന്ന ജപമാലയിൽ നിൻ്റെ രഹസ്യങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ അമ്മ പരസ്യമാക്കില്ല. ദൈവീക രഹസ്യങ്ങൾ പറഞ്ഞ് ധ്യാനിക്കുന്ന ജീവിത രഹസ്യങ്ങളെ അമ്മ പുത്രൻ്റെ മുൻപിൽ പരസ്യമായിട്ട് ഏറ്റുപറയും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അമ്മ പറഞ്ഞ അവസാനത്തെ വേട്, ഒന്നാമത്തേതിൽ അവസാനത്തെ വേട്, അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. ഇതാ കർത്താവിൻ്റെ ദാസി. ഞാനിവിടെ എടുത്തതാണത്, പലതവണ എടുത്ത ക്ലാസ് ആണെങ്കിലും പുതിയ ആൾക്കാരുള്ളത് കൊണ്ട് ഒന്നുകൂടെ പറയാം. ഇതാ കർത്താവിൻ്റെ ദാസി. അമ്മ പറഞ്ഞത് 3 തലങ്ങളാണ്. ഇതാ എന്ന് പറയുമ്പോൾ അതിനകത്ത് അനുസരണം ഉണ്ട്. കർത്താവിൻ്റെ എന്ന് പറയുന്നതിൽ ഒന്നിലും മാലിന്യമില്ല, അതിനകത്ത് ബ്രഹ്മചര്യം, കന്യകാത്വം ഉണ്ട്. ദാസി എന്ന് പറയുന്നതിൽ അമ്മ സമർപ്പിച്ച ദാരിദ്ര്യമുണ്ട്. ഒരു സന്യസ്തയുടെ ജീവിതത്തിലെ 3 വിളികൾ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സന്യസ്തയുടെ വ്യക്തി ജീവിതത്തിലെ 3 വിളികൾ, സന്യാസ ജീവിതത്തിലെ 3 വിളികളാണ് ദാരിദ്ര്യം, അനുസരണം, ബ്രഹ്മചര്യം. ഇത് തന്നെ പൗരോഹിത്യത്തിലും ഉണ്ട്. വിളികളാക്കപ്പെട്ടിട്ടില്ലെങ്കിലും അവർ ശീലിക്കുന്നതും അവർ പിന്തുടരുന്നതും ഇത് തന്നെ, ഈ 3 വിളികൾ തന്നെയാണ്. ഈ 3 വിളികൾ തന്നെ ദമ്പതികൾ വിവാഹം എന്ന കൂദാശ വഴി ദമ്പതികളാക്കപ്പെട്ടവരിലും, ഈ 3 വിളികൾ തന്നെ ഏകസ്ഥ ജീവിതം നയിക്കുന്നവരിലും ഈ 3 വിളികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒന്നാമത്തെ രഹസ്യം ധ്യാനിക്കാനുള്ള ആ ഒരു പ്രസാദപരാവസ്ഥ നമ്മളിൽ ഉണ്ടാവുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തേത് ഇതാ എന്ന് പറയുമ്പോൾ എൻ്റെ അനുസരണം, അമ്മയുടെ അനുസരണം. ഇതാ എന്നുള്ള വാക്കിൽ ഇതാ ഞാനിവിടെ ഉണ്ട്, അനുസരിക്കുക, ഞാൻ തയ്യാറാ എന്ന് പറയുന്ന അമ്മയുടെ വിട്ടുകൊടുക്കൽ. ഇതാ 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 അതിനകത്ത് തന്നെയുണ്ട് ഉൽപ്പത്തിയിലുള്ള ചരിത്രം കിടക്കുന്നുണ്ട്. അതായത് ദൈവമായ കർത്താവ് ലോകത്തെ സൃഷ്ടിച്ചു, ഇതാ സൃഷ്ടിച്ച സൃഷ്ടികർമ്മം പൂർത്തിയാക്കി. രണ്ടാമത്തേത് അമ്മ പറഞ്ഞു കർത്താവിൻ്റെ എന്ന് പറയുന്നതിൽ ഒന്നിലും മാലിന്യമില്ല, അഴുക്കില്ല, ജഡമില്ല. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അമ്മ സ്വയം പറയാണ് കർത്താവിൻ്റേതാണ് ഞാൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കർത്താവിൻ്റെ ഒന്നുമല്ല, നമ്മൾ പാപത്തിൻ്റെതാ, നമ്മൾ വാശിയുടേതാ, നമ്മളിൽ ദുർഗുണങ്ങളുണ്ട്, അസൂയയുണ്ട്, ജഡമുണ്ട്, അഹങ്കാരമുണ്ട്. നമ്മളെങ്ങനെ പറയും കർത്താവിൻ്റെ എന്ന്? നമുക്ക് പറയാൻ പറ്റില്ല. അമ്മയ്ക്കേ പറയാൻ പറ്റുള്ളൂ ഈ 3 വേർഡ്. ലോകത്തിലൊരു കുഞ്ഞിനത് പറയാൻ പറ്റില്ല. കർത്താവിൻ്റെ എന്ന് പറയുന്നതിൽ ഒന്നിലും മാലിന്യമില്ല. അതാണ് ഈ ലോകത്തിലെ രണ്ടാമത്തെ അവസ്ഥ. ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ ആണ് ഉൽപ്പത്തിയിൽ നിന്ന് ഇതാ എന്ന് പറഞ്ഞ് പിതാവ് സൃഷ്ടിച്ചതിൻ്റെ കർത്താവിൻ്റെ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. എങ്ങനെയാ? തൻ്റെ പരിശുദ്ധ രക്തത്താൽ ലോകം മുഴുവനെയും കഴുകി പാപക്കറകളിൽ നിന്ന് വിടുവിച്ചപ്പോൾ രണ്ടാമത്തെ അമ്മ ഏറ്റുപറഞ്ഞത് കർത്താവിൻ്റെ, മംഗളവാർത്തയുടെ പൂർത്തീകരണം, കർത്താവിൻ്റേതാക്കി ജനങ്ങൾ മാറ്റപ്പെടുക, അല്ലെങ്കിൽ സ്വയം കർത്താവിൻ്റെതായിട്ട് മാറ്റപ്പെടുക. എൻ്റെ പാപങ്ങളെ ഞാൻ വെറുത്തുപേക്ഷിച്ചു, എന്നിലുള്ള ജഡമില്ല, എന്നിൽ മറ്റു തരത്തിലുള്ള ലോകമോഹങ്ങളില്ല, 7 മൂലപാപങ്ങളില്ല, ഞാൻ പൂർണ്ണമായും കർത്താവിൻ്റെ ആയി. അപ്പോൾ രണ്ടാമത്തെ അമ്മ പ്രഖ്യാപിച്ച അമ്മയുടെ രണ്ടാമത്തെ വിളി, സന്യാസത്തിലെ രണ്ടാമത്തെ വിളി എന്താ പറയുക? ബ്രഹ്മചര്യമാണ്, അതിനകത്തുള്ള കന്യകാത്വമാണ്. എന്നിൽ കർത്താവിൻ എപ്പോൾ വന്നാലും സ്വീകരിക്കാൻ ഐ എം റെഡി എന്ന് പറയുന്ന എന്നിലുള്ള ജീവിത വിശുദ്ധി ഞാൻ ഏറ്റു പറയുക. മൂന്നാമത്തേത് ദാസി എന്ന് പറയുന്ന ദാരിദ്ര്യം, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് എപ്പോഴും ദാസൻ എന്ന് പറയുന്നത്. ഒന്നുമില്ല, എനിക്ക് ദാരിദ്ര്യമാണ്, ക്രിസ്തുവിൽ ഞാൻ ദാസിയാണ്, ക്രിസ്തുവിൽ ഞാൻ ദാസനാണ്. കാരണം ഞാൻ പൂർണ്ണമായിട്ട് ക്രിസ്തുവിൻ്റെതായി മാറുന്ന
ആത്മാവിലുള്ള ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലേക്ക് പരിശുദ്ധമ്മ തന്നെ വിട്ടുകൊടുക്കുകയാണ്. ദാസി, ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ സകല മക്കളും അങ്ങനെ ആയിത്തീരുമ്പോൾ മാത്രമാണ് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേദി ഒരുക്കപ്പെടുകയുള്ളൂ. ദാസി എന്ന് പറയുന്നത് മൂന്നാമത്തെ കാലഘട്ടം, ഉൽപ്പത്തിയുടെ കാലഘട്ടമാണ്. ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രപഞ്ചോൽപ്പത്തി, കർത്താവ് വന്ന് വിശുദ്ധീകരിച്ചപ്പോൾ കർത്താവിൻ്റെ എന്ന് പറയുന്ന അവസ്ഥ. മൂന്നാമത്തേത് ദാസി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടം. അതായത് ആത്മാവിൽ ദരിദ്രരായപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഞാൻ യോഗ്യനായി, യോഗ്യതയുള്ളവളായി മാറ്റപ്പെട്ട മൂന്നാമത്തെ കാലഘട്ടം. ഹല്ലേലൂയ! അഭിഷേകത്തോടെ ഹല്ലേലൂയ! വിശ്വാസത്തോടെ ഹല്ലേലൂയ! ഞാനും നിങ്ങളും ഈ കാലഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ദാസി എന്ന് പറയുന്ന കാലഘട്ടം. ഇവിടെ നമുക്ക് ആവശ്യം ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സമ്പത്ത് എല്ലായിടത്തും വിറ്റ് കൊടുക്കാനല്ല, ആത്മാവിൽ നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാകണം. എങ്ങനെ ഉണ്ടാകണം? വെറുപ്പ് നിങ്ങളുടെ സമ്പത്താണ്, ക്ഷമിക്കാൻ പറ്റാത്തത് നിങ്ങളുടെ സമ്പത്താണ്, നിങ്ങളുടെ ജഡിക താല്പര്യങ്ങൾ നിങ്ങളുടെ സമ്പത്താണ്, നിങ്ങളുടെ വാശി, നിങ്ങളുടെ ദുർമോഹങ്ങൾ, നിങ്ങളൊന്നും വിട്ടുകൊടുക്കാത്ത അവസ്ഥ, ഇതെല്ലാം നിങ്ങളുടെ സമ്പത്താണ്. പരിശുദ്ധാത്മാവ് വരത്തില്ല പ്രിയപ്പെട്ടവർ, പരിശുദ്ധാത്മാവ് വരില്ല. നമ്മളൊന്നിങ്ങനെ വളഞ്ഞു നിൽക്കണം തമ്പുരാൻ്റെ മുമ്പിൽ. അതാണ് ദാസി എന്ന് പറയുന്ന അവസ്ഥ. ഓച്ചാനിച്ച് നിൽക്കണം ദൈവത്തിൻ്റെ മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിലല്ല, ദൈവത്തിൻ്റെ മുൻപിൽ ഓച്ചാനിച്ച് നിൽക്കണം. അവിടെ തല ഉയർത്തരുത്, അവിടെ നടു നിവരരുത് ദൈവത്തിൻ്റെ മുമ്പിൽ. ആ അവസ്ഥയിൽ എൻ്റെ ആത്മാവിനെ കൊണ്ടുവരിക, എൻ്റെ ശരീരത്തെയല്ല, എൻ്റെ ആത്മാവ് ദൈവസമക്ഷം അവൻ്റെ അരുളപ്പാടുകൾക്ക് വേണ്ടി ഓച്ചാനിച്ച് നിൽക്കുന്ന അവസ്ഥ വരുമ്പോൾ ഞാൻ പൂർണ്ണമായും കർത്താവിൻ്റെ ദാസിയായി മാറ്റപ്പെടും. ഇതാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് അമ്മ പറഞ്ഞ വിളി. അതായത് പ്രപഞ്ചത്തെ, ലോകത്തെ, രക്ഷാകര ചരിത്രത്തെ, അല്ലെങ്കിൽ ഉൽപ്പത്തി മുതൽ കർത്താവിൻ്റെ രണ്ടാം വരവ് വരെയുള്ള ഒരുക്കലിന് അമ്മ തയ്യാറാവുകയാണ്. അമ്മയുടെ ഈ തയ്യാറാവലിലൂടെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ കൊടുത്ത തയ്യാറായലിലൂടെ നടത്തപ്പെട്ട കാര്യങ്ങളാണ്. ഉൽപ്പത്തിയിൽ ദൈവം സൃഷ്ടിച്ചതെല്ലാം പാപത്തിലേക്ക് പോയപ്പോൾ രക്ഷകൻ അവതരിച്ച പാപത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചു. വീണ്ടും അമ്മ അത് കർത്താവിൻ്റെതാക്കി മാറ്റി. അമ്മ അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. സഹിയോൻ മാളികയിൽ വെച്ച് അമ്മയുടെ മാധ്യസ്ഥം വഴി സ്ലീഹന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്ന് സ്ലീഹന്മാരെ പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടത്തിലേക്ക് അമ്മ തള്ളിവിടുക. 3 കാലഘട്ടം, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന 3 കാലഘട്ടത്തെ അമ്മ ഏറ്റുപറയുകയാണ് ചെയ്തത്. ഏറ്റുപറഞ്ഞ് ശിഷ്യന്മാരിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു റിലേക്ക് ഓടുന്നത് പോലെ ആ ഒരു ബാറ്റൺ സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷകരുടെ കൈകളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാകുന്ന ആ ഒരു ബാറ്റൺ സ്വീകരിച്ച് ഇപ്പോഴും ശുശ്രൂഷകർ ദൈവജനത്തെ ഒരുക്കാൻ ഓടിക്കൊണ്ടിരിക്കുക. എങ്ങോട്ടാണ് ഈ ഓട്ടം? കർത്താവിൻ്റെ രണ്ടാം വരവിലേക്ക് ഈ ഓട്ടം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന അമ്മ ഏറ്റെടുത്ത ഏറ്റവും വലിയ വിളിയാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നത്. അതായത് പുത്രനെ സ്വീകരിക്കാൻ ഞാൻ റെഡി എന്നല്ല ആ വേർഡിൻ്റെ അർത്ഥം. അതിൻ്റെ അകത്തൊരു കാര്യം മാത്രമേ ആകുന്നുള്ളൂ, മറിച്ച് 3 ലോകത്തെ അമ്മ ഒരുക്കുകയാണ്. കഴിഞ്ഞതിനെയും അമ്മയുടെ കാലത്തിലുള്ള പ്രസൻറ്റിനെയും ഇപ്പോഴുള്ള ഫ്യൂച്ചറാകുന്ന നമ്മളായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടത്തെയും ഒരുക്കാൻ അമ്മ റെഡിയാണ്. വിശുദ്ധീകരിക്കാൻ അമ്മ റെഡിയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് അമ്മ ശുദ്ധീകരണ സ്ഥലം സന്ദർശിക്കാൻ അമ്മ പോയിക്കൊണ്ട് അവിടെയുള്ള ആത്മാക്കളെ സ്വർഗത്തിന് വേണ്ടി അമ്മ നേടിയെടുക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ സഹനങ്ങളിലായിരിക്കുന്നവർക്ക് അമ്മ കൃപ കൊടുത്തുകൊണ്ട് അവരെ സഹനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ പഠിപ്പിച്ചുകൊണ്ട് അമ്മ അവരോടുകൂടെ ആയിരിക്കുന്നുണ്ട്. 3 പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ദൈവജനത്തെ ഒരുക്കുന്ന അഭിഷേകം നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വിതരണക്കാരിയായിട്ട് അമ്മ മാറ്റപ്പെട്ടുകൊണ്ട് ഈ കാലഘട്ടത്തിലുള്ള മക്കൾക്ക് വേണ്ടി അമ്മ ഇന്നും ഒരു അഭയശിലയായി, അഭയസങ്കേതമായി, എവർ ഫിക്സഡ് മാർക്കായിട്ട് അമ്മ നിലകൊള്ളുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ലോകം, ജനം യേശുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, മാനസാന്തരപ്പെടുവാൻ, പശ്ചാത്തപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രസാദപരാവസ്ഥയിലായിരിക്കുവാൻ പരിശുദ്ധ അമ്മ ദൈവജനത്തെ ഒരുക്കാനായിട്ട് അമ്മ
തന്നെ തന്നെ ഏൽപ്പിച്ച് തന്നിരിക്കുക. അതാണ് കുരിശിൻ്റെ ചുവട്ടിൽ വെച്ചാണ് ഈശോ പറയുന്നത്, ഇതാ നിൻ്റെ അമ്മ. അമ്മ ജനിച്ച, അതായത് ക്രിസ്തു ജനിച്ച ഉടനെയോ ബാലനായപ്പോൾ കണ്ടു കിട്ടിയപ്പോഴോ പീഡാസഹനത്തിൻ്റെ വേളയിലോ അതല്ലെങ്കിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോഴോ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ചോ എങ്ങും വെച്ചും അമ്മയെപ്പറ്റി പുത്രൻ പറഞ്ഞില്ല. അവിടെയെല്ലാം അമ്മയോട് പുത്രൻ കാണിച്ചതെല്ലാം ലോകത്തിന് വേണ്ടി അമ്മ മധ്യസ്ഥം വഹിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ വിശുദ്ധ കുരിശിൽ 3 ആണികളിൽ കിടന്നപ്പോൾ മാത്രമാണ് പുത്രൻ പറഞ്ഞത്, ഇതാ നിൻ്റെ അമ്മ. 3 ആണികളിൽ പ്രിയപ്പെട്ട ദൈവജനമേ, സഹനത്തിൻ്റെ 3 അവസ്ഥകളിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മളോട് പറയും, ഇതാ നിൻ്റെ അമ്മ. അതുകൊണ്ട് അമ്മയെ സ്വീകരിച്ചവരെല്ലാം സഹനത്തിൻ്റെ 3 അവസ്ഥകളെ സ്വീകരിച്ചവർ ആയിരിക്കാം. ലോകത്തിലേക്കുള്ള സഹനത്തിൻ്റെ 3 അവസ്ഥകളെ സ്വീകരിച്ചവർക്കേ അമ്മയെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. കുരിശിൻ്റെ ചുവട്ടിൽ അമ്മയുള്ളത് കൊണ്ട് കുരിശിനോളം സഹനത്തിൽ നീ എത്തുമ്പോൾ മാത്രമാണ് പുത്രൻ നിന്നോട് പറയുകയുള്ളൂ, ഇതാ നിൻ്റെ അമ്മ എന്നുള്ളത്. കുരിശോളം സഹനത്തിൽ നീ എത്തുമ്പോൾ, കുരിശിൻ്റെ ചുവട്ടിലെത്തുമ്പോഴാണ് യോഹന്നാൻ ശ്രവിച്ച വചനം നിനക്ക് ശ്രവിക്കാൻ പറ്റുള്ളൂ. കുരിശിനെ മാറ്റി നിർത്തുന്ന വ്യക്തികൾക്കൊന്നും ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുന്ന വചനം ശ്രവിക്കാൻ പറ്റില്ല. കാരണം ആ വചനം ക്രിസ്തു പറഞ്ഞത് കുരിശിൽ വെച്ചാണ്. ആ സമയം ആ വചനം പറയാൻ ആരെ സ്വർഗം നിയോഗിച്ചവോ ആ വ്യക്തിയും കുരിശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൻ്റെ കുരിശുകൾ പരിശുദ്ധ അമ്മ എന്ന് പറയുന്ന അമ്മയെ സ്വീകരിക്കുവാൻ നിന്നെ ഒരുക്കുന്ന പാഠങ്ങളാണ് നിൻ്റെ ജീവിതത്തിലെ ഓരോ കുരിശുകളും. അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിലെ ഓരോ കുരിശുകളും വിശുദ്ധ കുരിശുകളാണ്. ആ കുരിശിനെ ഒരിക്കലും നിന്ദിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സന്തോഷത്തിൻ്റെ 5 രഹസ്യങ്ങളിലൂടെയാണ് നമ്മുടെ ഈ ധ്യാനം കടന്നു പോകുന്നത്. 1ാമത്തെ രഹസ്യം കഴിഞ്ഞു. നമ്മൾ രാവിലെ തുടങ്ങി ഉച്ചയായപ്പോൾ 1ാമത്തെ രഹസ്യം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ ഈ സന്തോഷത്തിൻ്റെ 1ാമത്തെ രഹസ്യം ധ്യാനിക്കുമ്പോൾ ഇത്രയും സമയമെടുത്ത് ധ്യാനിക്കുക നിങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകൾ ഈശോയുടെ മുമ്പിൽ അടച്ച് നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തെ ദൈവകരങ്ങളിലേക്കൊന്ന് കൊടുത്തേ. ഈ ഭക്ഷണം വിതച്ചത് മുതൽ വിളമ്പിയത് വരെയുള്ള മക്കളെ ദൈവം നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ ഭക്ഷണം ഇരുന്ന് കഴിക്കുന്ന ഈ ആലയത്തെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇന്നു മുതൽ നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും യേശുവേ നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ നീ അതിനെ വിശുദ്ധീകരിക്കണമേ. കർത്താവായ യേശു ക്രിസ്തു, ഈ ഭക്ഷണം ഞങ്ങളിൽ രോഗസൗഖ്യത്തിനുള്ള ദിവ്യ ഔഷധമായിട്ട് മാറ്റപ്പെടട്ടെ. ഈ ഭക്ഷണം ഞങ്ങളിൽ ദൈവസ്നേഹമായിട്ട് നിറയപ്പെടട്ടെ. ഈ ഭക്ഷണം ഞങ്ങൾ കഴിക്കുമ്പോൾ കർത്താവെ മാറാ രോഗങ്ങൾ ഞങ്ങളെ വിട്ടുമാറട്ടെ. ഈ ഭക്ഷണം ഞങ്ങൾ കഴിക്കുമ്പോൾ ഞങ്ങളിലുള്ള ഏതെങ്കിലും തിന്മയുടെ അംശമുണ്ടെങ്കിൽ അത് നിർവീര്യമാക്കുന്ന ഒരു ദിവ്യ ഔഷധമായിട്ട് ഈ ഭക്ഷണത്തെ അവിടെ നിന്ന് മാറ്റണമേ. ഞങ്ങൾക്ക് മുന്നിലെത്തിച്ചു തരാൻ കഷ്ടപ്പെട്ട ഓരോ മക്കളെയും അവിടെ നിന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.